നമുക്കറിയാം ഹോം എന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് നാഷണൽ ഫിലിമിൽ സ്പെഷ്യൽ മെൻഷൻ ജൂറി അവാർഡ് മെൻഷൻ ചെയ്തിട്ടുള്ള ഒരാളാണ് നമ്മുടെ ഇന്ദ്രൻ ചേട്ടൻ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് നോണയുടെ ക്രൂവിലാണ് ഉള്ളത്, അവിടുത്തെ വിശേഷങ്ങളൊക്കെ കേൾക്കാനായിട്ടാണ് ഉള്ളത്. പക്ഷേ ബിഫോർ ദാറ്റ് നമുക്ക് ഇത്രയും വലിയ ഒരു അവാർഡ് കിട്ടിയിട്ടുള്ള ഒരാൾക്ക് വേണ്ടി നമ്മളിപ്പോൾ ഒരു പൊന്നാട അണിയിച്ചിട്ടുള്ള ഒരു ആദരിക്കാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ നോണയുടെ പ്രൊഡ്യൂസറായിട്ടുള്ള നമ്മുടെ ജേക്കബ് സാറിനെയും ഇന്ദ്രൻ സാറിനെയും ഇങ്ങോട്ട് സ്വാഗതം ചെയ്യുകയാണ്. ജേക്കബ് സാർ രണ്ടു വാക്ക് സംസാരിക്കുന്നു. ഞാൻ സംസാരിക്കുന്നത് നല്ലത് ഇന്ദ്രൻ ചേട്ടൻ സംസാരിക്കുകയല്ലേ സാർ? വളരെ സന്തോഷമുണ്ട്. നുണ എന്ന് പറയുന്ന പടം റിലീസ് ചെയ്യാൻ ഒരുങ്ങുകയാണ്. അതിനോടനുബന്ധിച്ച് നടക്കുന്ന ഒരു ചടങ്ങാണ്. ഇന്ദ്രൻ ചേട്ടന് നാഷണൽ ലെവലിൽ അവാർഡ് കിട്ടി, അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെവലിലും അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. ഏഷ്യ സിംഗപ്പൂർ ലെവലിൽ ഉള്ള ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഒക്കെ ഇന്ദ്രൻ ചേട്ടൻ ഒരു ചെറിയ മനുഷ്യനായിട്ട്, ഒരു പാവം മനുഷ്യനായിട്ട് വീണ്ടും നല്ല നല്ല പടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഇങ്ങനൊരു അവസരത്തിൽ ഇങ്ങനൊരു കാര്യം ചെയ്യാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഇന്ദ്രൻ ചേട്ടൻ എല്ലാവിധ ഭാവങ്ങളും ഇനിയും വലിയ വലിയ അവാർഡുകൾ തേടിയെത്തട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സാർ. ഒരു നന്ദിക്കപ്പുറം രണ്ട് വാക്ക് സംസാരിക്കാനായിട്ട് ഇന്ദ്രൻ ചേട്ടനോട് ഞാൻ ആവശ്യപ്പെടാം, പ്ലീസ്. ഇത് അവാർഡിന് പഞ്ഞമില്ലാത്തൊരു ക്രൂ ആണ്. ഹേമന്ത് സാറ്, രാജേഷ് ഇളന്ത, ബിജു ഒക്കെ ഇങ്ങനെ നിരന്തരമായിട്ട് വാങ്ങിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഇടയ്ക്ക് മുറയ്ക്കുമല്ലേ ഇങ്ങനെ ഒരെണ്ണം കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് എല്ലാവരോടും ഒത്തുകൂടാൻ കഴിഞ്ഞതിലും നുണ എന്ന സിനിമയിൽ ഭാഗമാകാൻ കഴിഞ്ഞതിലുമുള്ള പ്രത്യേക സന്തോഷം ഉതുപ്പ് സാറിനോടും ഹേമന്ത്ജിയോടും രാജേഷിയോടും ഒക്കെ പറയുന്നു. നന്ദി. ലൈഫിൽ എപ്പോഴെങ്കിലും കുഞ്ഞു നോണകളൊക്കെ പറഞ്ഞിട്ടുള്ളവരായിരിക്കും നമ്മൾ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഹേമന്ത് ഏട്ടൻ്റെയും രാജേഷ് ഏട്ടൻ്റെയും കോംബോയിൽ പുറത്തിറങ്ങിയിട്ടുള്ള നമ്മുടെ നുണ എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ വിശേഷങ്ങൾ കേൾക്കാനായിട്ടാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വിശേഷങ്ങൾ കേൾക്കുന്നതിന് മുൻപായിട്ട് നുണ എന്ന ചിത്രത്തിൻ്റെ പിന്നാമ്പുറത്തുള്ള സത്യകഥകൾ അറിയാനായിട്ട് ഇവിടെയുള്ളവരിലേക്ക് നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യമായിട്ട് പ്രത്യേകമായിട്ട് പരിചയപ്പെടുത്തേണ്ടാത്ത ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള അല്ലെങ്കിൽ ലെജൻഡ് ഇൻ മൂവീസ് എന്നൊക്കെ പറയാവുന്ന നമ്മുടെ ഇന്ദ്രൻ ചേട്ടനാണ് ഇവിടെ ഉള്ളത്. ഇന്ദ്രൻ ചേട്ടനെ നമ്മുടെ നുണയിലെ പിന്നാമ്പുറ സത്യകഥകളിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി നമ്മൾ ഗോഡ്വിനെയാണ് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. നമ്മുടെ മൂവിയുടെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള ജേക്കബ് സാറിൻ്റെ മകനാണ് ഗോഡ്വിൻ്റെ ആദ്യത്തെ ചിത്രമാണ് നുണ, അല്ലേ? അപ്പോൾ എന്തായാലും അതിൻ്റെ വിശേഷങ്ങളൊക്കെ കേൾക്കാനായിട്ട് നമ്മളിവിടെ റെഡിയാണ്. വെൽക്കം ടു ദി ഷോ. ശിശിര, ഒരുപാട് കാര്യങ്ങൾ നമ്മളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട്, മൂവി വിശേഷങ്ങൾ പറയാനുണ്ട്, സത്യകഥകളല്ലേ, നുണയുടെ പിന്നിൽ സത്യകഥകളാണ് നമ്മളോട് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും വെൽക്കം ടു ദി ഷോ. വിശേഷങ്ങൾ കേൾക്കാനായിട്ട് ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. അടുത്തതായിട്ട് ഹേമന്ത് ഏട്ടനിലേക്ക് വരികയാണ്. നമ്മുടെ മൂവിയുടെ സ്ക്രിപ്റ്റ് റൈറ്ററാണ്. ഒന്നും അറിയാത്ത പാവത്തെ പോലെ ഇരിക്കുകയാണ്. ഒരുപാട് വിശേഷങ്ങൾ ഇതിൻ്റെ ബാക്കിലുള്ളത് പറയാനുണ്ടാവും എന്ന് എനിക്കറിയാം, രസകരമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും ആ വിശേഷങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഷോയിലേക്ക്. വെൽക്കം ടു ദി ഷോ. അടുത്തായിട്ട് നമ്മുടെ രാജേഷ് ഏട്ടനിലേക്ക് വരികയാണ്, ഡയറക്ടർ. ഒരു നമ്മുടെ ഡ്രാമ സംവിധാനത്തിൽ നിന്ന് പിന്നെ നമ്മുടെ മൂവി സംവിധാനത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ടാവും. എന്തായാലും നുണയുടെ പിന്നാമ്പുറ സത്യകഥകളിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വെൽക്കം ടു ദി ഷോ. നമ്മുടെ ജേക്കബ് സർ, പ്രൊഡ്യൂസർ ഓഫ് ദി മൂവി. ഒരുപാട് കാര്യങ്ങളാണ് ഉള്ളത്, അല്ലേ? ഒരുപാട് ചലഞ്ചസ് ഒക്കെ ഈ ഒരു ത്രൂ ഔട്ട് മൂവി ഷൂട്ട് ചെയ്ത സമയത്ത് ഫേസ് ചെയ്തിട്ടുണ്ടാവും. എന്തായാലും അതൊക്കെ കേൾക്കാനായിട്ട് ഞാനിവിടെ ത്രില്ലായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. വെൽക്കം ടു ദി ഷോ. നമസ്കാരം. അടുത്തായിട്ട് നമ്മുടെ മിജു സാറിലേക്ക് വരികയാണ്. ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ പറയാനായിട്ട്. അതെ, ത്രില്ലിംഗ് ആണ്, വെയിറ്റിംഗ് ആണ് പറയാനായിട്ട്. എന്തായാലും സ്വാഗതം ചെയ്യുകയാണ് നുണയുടെ പിന്നാമ്പുറ സത്യകഥകളിലേക്ക് സ്വാഗതം. രാജേഷ് ഏട്ടാ, എൻ്റെ ആദ്യത്തെ ചോദ്യം തന്നെ രാജേഷ് ഏട്ടൻ്റെ അടുത്താണ്. സാധാരണ നമ്മൾ ഈ ടൈറ്റിലേക്ക് നോക്കുമ്പോഴത്തേക്കും കാണാം നുണ എന്നാണ് എഴുതിയിരിക്കുന്നത്. സാധാരണ നമ്മൾ നുണ എന്നാണല്ലോ പറയാറുള്ളത്. ഈ ഒരു ടൈറ്റിലേക്ക് വരാനുള്ള ഒരു കാരണം എന്താണ്, നുണ എന്ന് പറയാനായിട്ട്? ആദ്യമേ തന്നെ പറയാം, എലിക്കുട്ടി ഫസ്റ്റ് പറഞ്ഞത് നുണ തന്നെയാണ്, അല്ലേ? തീർച്ചയായിട്ടും എല്ലാവരും സംസാരിക്കുന്ന നുണ എന്ന ഒരു ഇത് തന്നെയായിരിക്കും. പക്ഷേ നമ്മുടെ നാട്ടുമ്പുറങ്ങളിലൊക്കെ കൊളോക്കലായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് നുണ. ഒന്നാമത് ഇതൊരു നാട്ടുമ്പുറ കഥ തന്നെയാണ്. ഇതിൻ്റെ പശ്ചാത്തലമൊക്കെ വയനാടാണ്. ഗ്രീനറിയൊക്കെ നിറഞ്ഞിട്ടുള്ള പ്രശാന്ത സുന്ദരമായിട്ടുള്ള എൻ്റെ നാട് തന്നെയാണത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നിന്നിട്ടാണ് ഈ കഥ പറയുന്നത്. അപ്പോൾ നാടൻ മനുഷ്യരുടെ കഥ തന്നെയാണ് അത്. അതിൻ്റെ ഒരു ഘടകം അതാണ് നുണ എന്നുള്ളത്. പിന്നെ അതിനുപരി ഞങ്ങൾക്ക് ഇതിനകത്ത് ഏറ്റവും കൗതുകമുള്ള ഒരു സംഭവം എന്ന് പറയുന്നത്, സിനിമയുടെ ചർച്ചയായിട്ടിരുന്ന് ഇതിൻ്റെ ഒരു ടൈറ്റിൽ പ്ലാൻ ചെയ്യുന്ന സമയത്ത് കുറേ പേരുകൾ വന്നു. ആ സമയത്താണ് ഹേമന്തേട്ടൻ പറയുന്നത് നമുക്ക് നുണ എന്നിട്ടാലും വന്ന്. അപ്പോൾ ഈ നുണ എന്നുള്ളൊരു പേര് ഞങ്ങൾ നാടകക്കാരെ സംബന്ധിച്ച് ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ളൊരു പേരാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഹേമന്തേട്ട അത് ജിനോയുടെ നാടകമല്ലേ? ജിനോ എന്ന് പറയുന്നത് അമേച്ചർ നാടകരംഗത്ത് വളരെ രസകരമായിട്ട് നാടകം ചെയ്യുന്ന, വളരെ സീരിയസ് ആയിട്ട് നാടകം ചെയ്യുന്ന നമ്മുടെ സുഹൃത്താണ്. അപ്പോൾ ജിനോയുടെ നാടകത്തിൻ്റെ പേരല്ലേ അത്? അപ്പോൾ അത് പ്രശ്നമാകുമെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് ജിനോയോട് ചോദിക്കാം.
എന്ന് പറഞ്ഞിട്ട് ജിനോയോട് ചോദിച്ചു. ജിനോ ഞങ്ങൾ ആ പേരെടുക്കുന്നുണ്ട്. ആ കഥയും രണ്ടും തന്നെയാണ്, ഒരു കണക്ഷനും ഇല്ല, ഇത് വേറെ കഥയാണ്. അപ്പോൾ അങ്ങനെ ആ പേരിലേക്ക് ജിനോയിനോട് നമ്മൾ വിളിക്കുകയും, അപ്പോൾ ജിനോ എനിക്ക് ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ജിനോ വളരെ പോസിറ്റീവായിട്ട് പറഞ്ഞു, അയ്യോ എനിക്ക് സന്തോഷമല്ലേ ഉള്ളൂ എന്നിട്ടാ നിങ്ങളൊരു സിനിമയ്ക്ക് എൻ്റെ ഒരു നാടകത്തിൻ്റെ പേര് എടുക്കുക എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഞങ്ങൾ നേരിട്ട് പരിചയമൊന്നുമില്ല, ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയ വഴിയൊക്കെയുള്ള കണക്ഷൻസേ ഉള്ളൂ. അങ്ങനെ ജിനോ പറയുന്നുണ്ട്, രാജേഷേട്ടനെ എനിക്കറിയാം, പഴശ്ശി രാജ കോളേജിൽ നാടകങ്ങളൊക്കെ ചെയ്യാൻ വന്നിട്ടുള്ള ആളാണ്, അപ്പോൾ എനിക്ക് രാജേഷേട്ടൻ നേരത്തെ അറിയാവുന്നതാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ജിനോയ്ക്ക് ഒരു പ്രത്യേക നന്ദി ഞങ്ങൾ പറയുന്നുണ്ട് ഇതിനകത്ത്. ക്രിയേറ്റിവിറ്റിയുടെ കൂടാണ് നമ്മുടെ ഹേമന്ത് സാർ. അപ്പം ഒരുപാട് കാര്യങ്ങൾ പറയണം. അപ്പം ഈ നൊണ എന്ന പേരിടാനായിട്ട് അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു കാരണം എന്താണെന്നൊന്ന് കേൾക്കുകയാണെങ്കിൽ നന്നായിരുന്നു. അല്ല, ഈ നൊണ എന്നുള്ള പേര് ഈ സബ്ജക്റ്റിന് ഏറ്റവും ഇണങ്ങുന്ന പേര് നൊണ എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്തൊരു നൊണ നായകനായിട്ട് വരികയും പിന്നെ സത്യം വില്ലനായിട്ട് വരികയും ചെയ്യുന്ന ഒരു കഥ എന്ന് വേണമെങ്കിൽ പറയാം. ഒരാൾ നുണ പറയാൻ തയ്യാറാകുമ്പോൾ കക്കാൻ പഠിക്കുമ്പോൾ നിൽക്കാൻ പഠിക്കണം എന്ന് പറയില്ലേ. നുണ പറയാൻ കഴിയുന്ന ഒരാൾക്ക് ആ നുണയെ സംരക്ഷിക്കാനും കഴിയണം. അത് കഴിയാത്തവരെ സംബന്ധിച്ചിടത്തോളം ഈ നുണ വലിയൊരു ബാധ്യതയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ആ നുണ വെളിപ്പെടുന്ന നിമിഷം വരെ വലിയൊരു ഭാരമായിരിക്കും. അതാണ് ഈ ഒരു സിനിമയുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്. അപ്പം ഇന്ദ്രൻ ചേട്ടനിലേക്ക് വരികയാണെങ്കിൽ അല്ലല്ല, ഇതാണ് കൃത്യമായിട്ടുള്ള സംഭവം. ഇത് എഴുത്തുകാരുടെ പ്രത്യേകതയാണ്. ഇവർ വളരെ ആലങ്കാരികമായിട്ടും ഭംഗിയായിട്ടും പറയും, പക്ഷെ എനിക്കത് പറയാൻ പറ്റില്ല. ഇന്ദ്രൻ ചേട്ടൻ്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ ഞാൻ ചോദിക്കുകയാണ്, നമ്മുടെ ഹേമന്ത് ഏട്ടൻ്റെയും രാജേഷ് ഏട്ടൻ്റെയും കൂട്ടുകെട്ടിൽ വന്നിട്ടുള്ള ആദ്യത്തെ സിനിമയാണ്. അപ്പോൾ ഇവരുടെ ഒരു കൂട്ടുകെട്ട് കോമ്പോയിൽ വന്നിട്ടുള്ള നുണ അതെങ്ങനെയാണ് ഇന്ദ്രൻ ചേട്ടൻ്റെ ഭാഗത്തുനിന്ന് പറയുന്നത്? ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചത് നുണയായിരിക്കും, പിന്നെ അത് സത്യമായി തോന്നി. ഓക്കെ. അപ്പം ഹേമന്ത്ജിയെ എനിക്കറിയാൻ, ഞാൻ അപ്പോത്തിക്രിയ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് നാടകങ്ങളുണ്ട്. ഞാൻ ഇവരുടെയൊക്കെ ഒരു ആരാധകനാണ്. രണ്ടുപേരും ഇങ്ങനെ മാറി മാറി നമ്മളെ വിസ്മയിപ്പിക്കുന്നവരാണ്. അപ്പോൾ അവരൊരു സിനിമ ചെയ്യുന്നു, അതേ ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യുന്നു. സിനിമ ഡയറക്റ്റ് എന്ന് പറയുമ്പോൾ അത് കൂടാനുള്ളൊരു ആവേശമൊക്കെ ഉണ്ടായിരുന്നു. ഈ നിമിഷം വരെ അതങ്ങനെ നിൽക്കുന്നു. ഇപ്പോഴും ആ ഒരു ത്രില്ല് തന്നെയാണ് അല്ലേ? ഓക്കെ. അപ്പം അപ്പോത്തിക്കരിനെ പറ്റി സാർ മെൻഷൻ ചെയ്യുകയുണ്ടായി. നമ്മുടെ സാർ ഹേമന്ത് സാറിൻ്റെ കൂടെ ഇതിന് മുന്നേ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഇപ്പോൾ നമ്മുടെ നുണയിൽ വെക്കുമ്പോഴത്തേക്കുള്ളൊരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് നമ്മളോട് ഷെയർ ചെയ്യുന്നത്? അല്ല, അത് കഥാപാത്രത്തിനൊരു ജീവനുണ്ടല്ലോ. ഇങ്ങനെ നുള്ളിയാണെന്ന് നോവെന്ന് പറയുന്ന പോലെയാണ്. അതിൻ്റെ ഒരു കള്ളത്തരമില്ല. ഇത് പറയുന്നത് നുണയാണെങ്കിലും അതിൽ കള്ളത്തരമില്ല. അത് അതിൻ്റെ ഭാഷയും അത് ക്യാരക്ടർ ഉണ്ടാക്കുന്ന ഒരു ഘടനയുടെ ഇതുണ്ട്. അത് ഈ നുണയിൽ എല്ലാ കഥാപാത്രങ്ങളും അതുപോലെ തന്നെ ഒരുപോലെ വരുന്നുണ്ട്. ഏച്ചുകെട്ടൊന്നുമില്ല. അതിന് നുണയേ അല്ല, സത്യമാണ്. നമ്മുടെ നുണ എന്ന ചിത്രത്തിൽ റോയി എന്ന കഥാപാത്രമാണ് സാർ ചെയ്യുന്നത്. അപ്പം ഈ ഒരു കഥാപാത്രത്തെ പോർട്രേ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് സാർ എടുത്തിട്ടുണ്ടായിരുന്നത്? അങ്ങനെയൊന്നുമില്ല. അങ്ങനെ തയ്യാറെടുക്കുന്നത് അപകടമാണ്. അത് രണ്ടാമത് ചെയ്യുന്ന കാര്യമാണ്. ആദ്യം നമ്മൾ ചെല്ലുന്ന കളം ഏതെന്ന് അറിയാമെങ്കിൽ അവിടെ പ്ലെയിനായിട്ടൊരു ചുമ്മാ ചെന്ന് കൊടുക്കുകയാണ്. അവർ വരച്ചോളും, നമ്മളങ്ങ് മിണ്ടാതെ നിന്ന് കൊടുക്കണം. അവരെ വശത്തിന് നമ്മൾ വശമരായി കൊടുക്കാനാണ്. ഇവിടേക്ക് അതേ വേണ്ടി വന്നുള്ളൂ, അവർ ചെയ്തു കൊടുത്തു. അതൊന്നും ഇല്ലാത്തടത്ത് നമ്മൾ ചില തയ്യാറെടുപ്പ് നടത്തും. എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. കാരണം ഞാൻ പുതിയ ഒരാളാണ്, എക്സ്പീരിയൻസ് കുറഞ്ഞ നാടകം ചെയ്തിട്ടുണ്ട്, ഒരുപാട് ആർട്ടിസ്റ്റുകൾ നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ദ്രൻ സാറിൻ്റെ ഒക്കെ ഒരു ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ, അതായത് എനിക്ക് ഭയങ്കര അത്ഭുതമായി. കാരണം വളരെ സീരിയസ് ആയിട്ടുള്ള സീക്വൻസുകൾ വളരെ ചെറിയ സമയം കൊണ്ടാണ് ചെയ്യുന്നത്. അത് ഭയങ്കര അത്ഭുതമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമുക്കത് പറ്റില്ല. കാരണം ഈ നാടകം കളിക്കുന്ന ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ച് അവർ കണ്ടിന്യൂസ് ആയിട്ട് ആക്ട് ചെയ്ത് പോകുന്നതാണ്. തുടക്കം തൊട്ട് അവസാനം വരെ. ഞങ്ങൾ നാടകപ്രവർത്തകരായതുകൊണ്ടാണ് പറയുന്നത്. തുടക്കം തൊട്ട് അവസാനം വരെ ആ ക്യാരക്ടേഴ്സിന് കണ്ടിന്യൂറ്റി ഉണ്ടാവും. പക്ഷേ ഇത് എടുക്കുന്നത് ചിലപ്പോൾ ക്ലൈമാക്സ് ഏതൊരു സീനായിരിക്കും എടുക്കുന്നത്, ആദ്യമേ എടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഫീല് നിലനിർത്തിയിട്ട് എന്താണ് അവിടെ ഉദ്ദേശിക്കുന്ന സംഭവം അത് വളരെ കൃത്യമായിട്ട് ചെറിയ സമയം കൊണ്ടാണ് ഇവർ ചെയ്യുന്നത്. അത് ഭയങ്കര അത്ഭുതമാണത്. പ്രത്യേക തയ്യാറെടുപ്പൊന്നുമില്ല. ആ സമയത്ത് തന്നെയാണ് ഇന്ദ്രൻ ചേട്ടൻ അത് റെഡിയായി വരുന്നത്. ഒരു ബുദ്ധിമുട്ടും നമുക്ക് വരാറുമില്ല. അപ്പം അതിനെ കണക്ട് ചെയ്ത് ഞാൻ ചോദിക്കുകയാണെങ്കിൽ, ഡ്രാമ സംവിധാനവും സിനിമാ സംവിധാനവും തമ്മിൽ എങ്ങനെയാണ് അതിനൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറയാനായിട്ട് വരിക? രണ്ടും റിസ്കി ഒരു പ്രോസസ്സിങ് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. സിനിമയ്ക്കാകുമ്പോൾ മറ്റൊരു ഗുണം എന്ന് പറയുന്നത് ഒരുപാട് ആളുകളുടെ സപ്പോർട്ട് നമുക്കുണ്ട്, പല തരത്തിൽ സപ്പോർട്ടിങ് ഉണ്ട്. പിന്നെ നാടകം എന്ന് പറയുന്നത് റിസ്കി ഫാക്ടറാണ് ശരിക്കും. കാരണം ആർട്ടിസ്റ്റുകൾക്ക് കുറച്ചും കൂടെ റിസ്ക്കാണ് അത്. കാരണം അവർ ഈ പറഞ്ഞ പോലെ കണ്ടിന്യൂസ് ആയിട്ട് നിന്ന് അഭിനയിക്കണം. പിന്നെ ഇവരുടെ ശബ്ദത്തിൻ്റെ മോഡുലേഷൻസ് പുറത്തിരിക്കുന്ന ആളുകളിലേക്ക് എത്തിക്കാനുള്ള, ഈ സിനിമയിൽ അഭിനയിക്കുന്ന പോലെ ആയിരിക്കില്ല, കുറച്ച് ലൗഡായിട്ട് പറയണം, വോയിസ് കൺട്രോൾ, ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് കുറച്ച് നാടകം ചെയ്യൽ എളുപ്പമായ ഒരു പ്രോസസ്സിങ് അല്ല. സിനിമയ്ക്കാകുമ്പോൾ നമ്മുടെ ടെൻഷൻസ് ഷെയർ ചെയ്യാൻ ഒരുപാട് പേരുണ്ട്.
എന്നുള്ളതാണ്. രണ്ടും റിസ്ക് തന്നെയാണ്. ഓക്കെ, ഇന്ദ്രൻ സാറിൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഈ ഒരു മൂവിനെ പറ്റിയുള്ള ഒരു ഫുൾ പിക്ചർ ഇപ്പോൾ സാറിന് അറിയാമല്ലോ. അപ്പം റോയി എന്നൊരു ക്യാരക്ടർ അല്ലാതെ വേറൊരു ക്യാരക്ടർ ഈ ഒരു മൂവിയിൽ ചൂസ് ചെയ്യണമെന്ന് ഒരു ഓപ്ഷൻ വരികയാണെങ്കിൽ സാർ ഏത് ഓപ്റ്റ് ചെയ്യുമായിരുന്നു? വിജി ചെയ്ത ക്യാരക്ടർ ചെയ്തു. ബിജു സാർ, അതെന്തുകൊണ്ടാണ് ആ ഒരു ക്യാരക്ടറിലേക്ക് അത് ചൂസ് ചെയ്യണമെന്നൊരു ആഗ്രഹം തോന്നാനുള്ളൊരു കാരണം? അങ്ങനെ ചെയ്യുന്ന കണ്ടപ്പോൾ കൊതി തോന്നില്ല. നിസ്സാരമല്ല, പക്ഷെ അങ്ങനെ ഭയങ്കര. ഈ കഥ വന്ന് ആദ്യമേ കേൾക്കുന്ന സമയത്തെ ഏതൊരു ഫാക്ടറായിരുന്നു സാറിന് ഈ ഒരു മൂവിയിലേക്ക് കൂടുതലായിട്ടും അട്രാക്ട് ചെയ്യിപ്പിച്ചത്? അല്ലെങ്കിൽ ഈ ഒരു മൂവി ഓക്കെ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കും എന്നുള്ള രീതിയിൽ ആ ഒരു കഥയിൽ എന്താണ് കൂടുതലായിട്ടും അട്രാക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്ന ഒരു ഫാക്ടർ? എല്ലാം കൊണ്ടും കേട്ടിട്ടില്ലാത്തൊരു കഥയായിരുന്നു ഒന്ന്. പിന്നെ അങ്ങനെ പറയാൻ അതിശയങ്ങളൊന്നുമില്ല. ഇങ്ങനെ ഒരു കുഞ്ഞു കൊതിയും കുശുമ്പും കുറുമ്പും എല്ലാം ഉള്ള പാവം മനുഷ്യരുണ്ടല്ലോ, അവരുടെ ഒരു പരിസരം എങ്ങനെ ദൈവം പോലെ കാണുകയോ അത് കുറേ ഉണ്ട്. കുറച്ച് കുഞ്ഞു കാര്യങ്ങൾ അത് പറയാൻ എനിക്ക് അറിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ദ്രൻ അടുത്ത് ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്. ഇപ്പം നമ്മുടെ നുണയാണ് ഓർമ്മയൊക്കെയുണ്ട്, ഓർമ്മയൊക്കെ. അല്ലല്ല, ഇന്ദ്രചേട്ടൻ അത് വളരെ കൃത്യമായിട്ട് തന്നെ ഈ കഥ പറഞ്ഞ് ഫലിപ്പിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു ഇല്ലേ ഇന്ദ്രചേട്ടാ? ഒരാളോട് പറഞ്ഞ് ഫലിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാഴ്ചയിൽ കൂടിയാണ് ഏറ്റവും കൂടുതൽ ഈ സാധനം സ്ട്രൈക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്നിട്ടും ഇന്ദ്രചേട്ടൻ എനിക്കിത് കഥ പറയാൻ പേടിയായിരുന്നു. ഹേമന്തേട്ടൻ കഥ പറയാൻ ഭയങ്കര മടി തന്നെയാണ്. ഒരാളോട് കഥ പറഞ്ഞാൽ പ്രൊജക്റ്റ് നടക്കൂല. പക്ഷേ അസാധ്യമായിട്ട് വായിച്ചായിരുന്നു നമുക്ക്. ഇപ്പം ഞാനാണ് കഥ പറഞ്ഞതെന്ന് ഇന്ദ്രചേട്ടൻ്റെ അടുത്ത് പറയുമ്പോൾ പക്ഷെ വളരെ ശ്രദ്ധയോട് തന്നെ കേട്ട് ഇന്ദ്രചേട്ടൻ കുറച്ചേരം സൈലൻ്റ് ആയിട്ടിരുന്നു അത് കേട്ടിട്ട്. എന്നിട്ട് എന്നോട് ഫസ്റ്റ് പറഞ്ഞ കേസ് ഇങ്ങനെയാണ്, രാജേഷ് ഈ നാടകത്തിൽ ഭയങ്കര പോപ്പുലറായി നിൽക്കുന്ന ആളാണ്, അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സിനിമ എന്നുള്ള രീതിയിലും ആൾക്കാർ വല്ലാണ്ട് പ്രതീക്ഷിക്കും, അപ്പോൾ വളരെ ശ്രദ്ധിച്ച് നമുക്ക് ചെയ്യണം എന്നാണ് പറഞ്ഞത്. അതാണ് ഇന്ദ്രചേട്ടൻ അന്ന് എന്നോട് പറഞ്ഞൊരു അതെനിക്ക് ഒരു പുതിയൊരു അവസ്ഥയാണ്. കാരണം എന്നെ ആരും അറിയില്ല, നാടകക്കാരെ പൊതുവെ അങ്ങനെ അറിയുന്ന അവസ്ഥയൊന്നും ഇല്ല. പക്ഷേ ഇന്ദ്രചേട്ടനാ പറഞ്ഞ വാക്ക് ശരിക്കും ഇതിനോട് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് സമീപിക്കേണ്ട ഒരവസ്ഥ എന്നിലുണ്ടാക്കി. അതിനുശേഷം വളരെ ക്ലിയർ ആയിട്ട് തന്നെയാണ് സിനിമേൻ്റെ കഥ കേട്ടത്. ഓക്കെ, അപ്പോൾ രാജേഷേട്ടനോട് ഞാൻ ചോദിക്കുകയാണ്, ഇപ്പം നമ്മൾ ഈ പോസ്റ്റേഴ്സിലേക്ക് തന്നെ നോക്കുകയാണെങ്കിൽ ഭയങ്കര ഡൈവേഴ്സ് ആയിട്ടാണ് ഓരോ കാര്യങ്ങളും വന്നിരിക്കുന്നത്. നമുക്ക് എന്താണെന്ന് കറക്റ്റായിട്ട് ഇതിൻ്റെ ഒരു ജോണർ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പം നുണ എന്ന് പറയുന്ന ഒരു സിനിമ കറക്റ്റായിട്ട് ഏതൊരു ജോണറിലാണ് വരുന്നതെന്നൊന്ന് പറയാൻ പറ്റും? ഈ സിനിമ അങ്ങനെ ഒരു പ്രത്യേക ജോണറിൽ നമ്മൾ പെടുത്താൻ പറ്റില്ല. പക്ഷേ കൃത്യമായിട്ട് എല്ലാ എലമെൻസുകളും ഇതിനകത്തുണ്ട്. ഒരു ഫാമിലി സബ്ജക്റ്റാണ്. ഏതൊരു ഓഡിയൻസിനും കൃത്യമായിരുന്ന് ആസ്വദിക്കാവുന്ന രീതിയിലുള്ള ഒരു ഫാമിലി സബ്ജക്റ്റാണ്. അതുപോലെ തന്നെ നല്ല ഹ്യൂമർ ട്രാക്കിനകത്ത് കിടക്കുന്നുണ്ട്. വീൽചെയറിനൊക്കെ അസാധ്യമായിട്ട് ഹ്യൂമർ ചെയ്തിട്ടുണ്ട്. ഇന്ദ്രചേട്ടൻ നന്നായിട്ട് രണ്ടുപേരും നല്ല കോംബോയാണ്. ഹ്യൂമറുണ്ട്, അതുപോലെ തന്നെ അത്യാവശ്യം നല്ല വയലൻസ് ഉണ്ട്, പിന്നെ ഹൊറർ എലമെൻസും ഇതിനകത്ത് നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കൃത്യമായ ജോണർ എന്ന് പറഞ്ഞാൽ എങ്ങനെ പറയാൻ പറ്റുക നമുക്ക്? ഒരു ഫീൽ ഗുഡുമാണ് സിനിമ എന്ന് വേണമെങ്കിൽ. അതെ, പക്ഷേ ആ ഒരു കറക്റ്റ് എല്ലാം വന്നു. അതെ, മിക്സ്ഡ് ആണ്. അതെ, അങ്ങനെ ഒരു കഥയാണത്. അതിൻ്റെ ഒരു ഘടന അങ്ങനെയാണ് പോകുന്നത്. തുടക്കം തൊട്ട് അവസാനം വരെ പല സംഭവങ്ങളോട് കയറി ഇറങ്ങിയാണ് സിനിമ തീരുന്നത്. അപ്പോൾ ഇന്ദ്രൻ ചേട്ടനോട് ഞാൻ ചോദിക്കുകയാണെങ്കിൽ പല ഇമോഷൻസ് അല്ലെങ്കിൽ പല ജേണർ കയറി ഇറങ്ങി പോകുന്നൊരു മൂവിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ദ്രൻ ചേട്ടന് കൂടുതലും സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാനാണോ അതോ ഫീൽ ഗുഡ് കോമഡി അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യാനാണോ എപ്പോഴും കൂടുതൽ താല്പര്യം തോന്നാറുള്ളത്? സീരിയസ് ചെയ്യുമ്പോൾ സീരിയസ് ചെയ്യണം, കോമഡി ചെയ്യുമ്പോൾ കോമഡി ചെയ്യണം. എന്ത് തന്നാലും എല്ലാം ചെയ്യും, എന്ത് തന്നാലും എനിക്ക് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്, അങ്ങനെയാണോ പറയുന്നത്? അങ്ങനെ മാറി കിട്ടിയാൽ ഭയങ്കര സന്തോഷം. ഇങ്ങനെ എക്സ്പെരിമെന്റ് ചെയ്യാലോ അല്ലേ ഓരോരോ ജോണർ. നമ്മളൊരിക്കലും ഒരു കഥ പ്ലാൻ ചെയ്യുമ്പോൾ ചില പ്രത്യേക വേഷങ്ങൾക്ക് ഇന്ദ്രൻ ചേട്ടനെ ചിലപ്പോൾ പലരും സങ്കല്പിക്കില്ല. പക്ഷെ നമ്മളത് ചെയ്ത് കാണുമ്പോഴാണ് നമ്മൾ അത്ഭുതപ്പെടുന്നത്. അപ്പോൾ അതിനെ കണക്ട് ചെയ്ത് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ സ്ക്രിപ്റ്റ് എഴുതിയ സമയത്ത് ഇന്ദ്രൻ ചേട്ടനെ കണ്ടുകൊണ്ട് തന്നെയാണോ റോയി എന്നൊരു കഥാപാത്രം എഴുതിയിട്ടുണ്ടായിരുന്നത്? എങ്ങനെയാണ്? അതെ, ഈ റോയി എന്നുള്ള ഇത് സിനിമയാക്കുമ്പോൾ ശരിക്കരുത്. ഇത് അതിനു മുമ്പ് വേദിയിൽ ഞെട്ടിച്ചിട്ട് നിൽക്കുക. അത് സിനിമയിലേക്ക് വന്നപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇന്ദ്രൻ ചേട്ടൻ തന്നെയായിരുന്നു നമ്മുടെ മനസ്സിൽ. കാരണം വെച്ചാൽ ആ അതിൻ്റെ ഒരു ആ നാട്ടിൻപുറ
നന്മയൊക്കെ ഉള്ളൊരു മുഖം നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത് ഈ നന്മയുള്ള മുഖമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പം ഞാനൊരു കാര്യം ചോദിക്കാം. നമ്മൾ ഡ്രാമ സ്ക്രിപ്റ്റ് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി ക്യാരക്ടേഴ്സിനെ നമ്മൾ കണ്ടുകൊണ്ടാണല്ലോ സ്ക്രിപ്റ്റ് ചെയ്യാറുള്ളത്, ആർട്ടിസ്റ്റുകളെ സ്ക്രിപ്റ്റ് ചെയ്യാറുള്ളത്. അപ്പം മൂവിയിലേക്ക് വരുമ്പോഴത്തേക്കും അതിലെന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? നമ്മൾക്ക് അങ്ങനെ ഒരു ക്യാരക്ടറിനെ മനസ്സിൽ കാണാതെ എഴുതാനായിട്ട് പറ്റുമോ? അതിലെന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? നമ്മളിപ്പോൾ ഇപ്പോൾ ഒരു മൂവിയിലെ എല്ലാ ക്യാരക്ടർ അതിൻ്റെ കാസ്റ്റിംഗ് പൂർത്തിയായതിന് ശേഷം ആയിരിക്കില്ല നമ്മൾ അതിൻ്റെ ഒരു സ്ക്രിപ്റ്റിങ്ങിലേക്ക് കിടക്കുക. ഇപ്പോൾ പക്ഷേ നമ്മളിപ്പോൾ നുണ എഴുതുമ്പോൾ അതിൻ്റെ എഴുത്തിൻ്റെ ഓരോ ഘട്ടത്തിലും എൻ്റെ മനസ്സിൽ റോയി ആയിട്ട് പിന്നെ ഇന്ദ്രൻ ചേട്ടനും സുനിയായിട്ട് ബിജു ചേട്ടനും ഉണ്ടായിരുന്നു എന്നുള്ളതും മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഗോഡ്വിനും ഉണ്ടായിരുന്നു. ഗോഡ്വിനും കഴിഞ്ഞാൽ ബാക്കിയുള്ള കഥാപാത്രങ്ങളൊക്കെ തന്നെ അവർക്ക് എൻ്റെ മനസ്സിലുള്ളൊരു മുഖമായിരുന്നു. പിന്നീടാണ് അതിലേക്ക് കാസ്റ്റിംഗ് പിന്നെ ആർട്ടിസ്റ്റുകൾ എത്തിപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാസ്റ്റിംഗിലേക്ക് വരുന്നപ്പോഴത്തേക്കും അതിനകത്തൊരു ചലഞ്ചസ് എന്തെങ്കിലുമൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹേമന്ത്? ഇല്ല, നമുക്ക് കൃത്യമായിട്ടുള്ള ആർട്ടിസ്റ്റുകൾ നമുക്ക് ഈ സിനിമയ്ക്കുള്ള ഒരു ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് കൃത്യമായ കാസ്റ്റിംഗ് നടത്താൻ പറ്റി എന്നുള്ളതാണ്. നമുക്ക് വേണ്ട പിന്നെ മുഖങ്ങളെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അതിന് കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇതിനകത്ത് ഒരുപക്ഷെ മലയാള സിനിമയിൽ ഇത്രയധികം നാടകക്കാർ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ളൊരു മലയാള സിനിമ അപൂർവമായിരിക്കും. അപ്പോൾ ഒരേ സമയം പ്രഗത്ഭരായിട്ടുള്ള ആർട്ടിസ്റ്റുകളും അതേസമയം തന്നെ നമുക്ക് കൃത്യമായ പിന്നെ കഥാപാത്രങ്ങളെ പ്ലേസ് ചെയ്യാൻ ഇതിനകത്ത് പറ്റി. എന്താ വെച്ചാൽ നമ്മൾ തിരഞ്ഞെടുത്ത എല്ലാം തന്നെ നാടകത്തിൽ നിന്നുള്ള ആളുകളായിരുന്നു എന്നുള്ളതാണ്. പ്രമോദ് വെളിയനാട് ഇതിനകത്ത് ഉണ്ട്, പക്ഷെ പ്രമോദിനെ ഞങ്ങൾ കാണുന്നത് നാടകക്കാരനായിട്ട് തന്നെയാണ്. അത് തന്നെയായിരുന്നു എൻ്റെ അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്. കാരണം ഈ ഒരു ചിത്രത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഡ്രാമ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകൾ ഈ ഒരു ചിത്രത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങളും ഇങ്ങനൊരു രണ്ടുപേരുടെ കോംബോ, നിങ്ങൾ രണ്ടുപേരും ഒരു ഡ്രാമ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിരിക്കുന്നവർ ആയതുകൊണ്ടാണോ അങ്ങനത്തെ ഒരു കാസ്റ്റിങ്ങിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നത്? ഞങ്ങൾക്ക് കുറേ കൂടി കംഫർട്ടായിരിക്കും അതാണ്. പിന്നെ സാധാരണ നിലയ്ക്ക് നോക്കുമ്പോൾ ദാരിദ്ര്യം കൊണ്ട് പിന്നെ ആർട്ടിസ്റ്റുകളിലേക്ക് പോകാൻ പറ്റാത്തത് കൊണ്ട് നാടകത്തിൽ ആളുകളെ കണ്ടെത്തും. ഒരിക്കലും അങ്ങനെയല്ല. വേണമെങ്കിൽ നമുക്ക് പിന്നെ ഞങ്ങളുടെ പ്രൊഡ്യൂസർ പിന്നെ അത്യാവശ്യം പിന്നെ ഫിനാൻഷ്യലി സൗണ്ടായിട്ടുള്ള പ്രൊഡ്യൂസറാണ്. പക്ഷേ നമുക്കതല്ല, നമുക്ക് വേണ്ടത് ഇത് തന്നെയായിരുന്നു. കൃത്യമായ കഥാപാത്രങ്ങളെയാണ് നമുക്ക് ആവശ്യം. അത് നമുക്കറിയാവുന്ന നമുക്ക് നല്ല ആത്മവിശ്വാസമുള്ള ആളുകളെ തന്നെ തിരഞ്ഞെടുക്കാൻ നമുക്ക് ഏറ്റവും നല്ലത് തിയേറ്ററാണ്, നാടകമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയാം ബിജു ചേട്ടൻ അവിടെ എത്തിയാൽ അത് കൃത്യമായിരിക്കും എന്നുള്ളത് നമുക്കറിയാം. പ്രേമ അവർ മരിച്ചുപോയി, അവരൊക്കെ ആ മാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേമയല്ലാതെ മറ്റൊരാൾ നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. അപ്പോൾ അത്തരത്തിൽ പിന്നെ സതീഷ് ചേട്ടൻ ഇതിനകത്ത് വെള്ളായി എന്നുള്ള ക്യാരക്ടർ ചെയ്തുള്ള സതീഷ് ചേട്ടൻ എനിക്ക് മലയാള സിനിമയിൽ നല്ല നടന്മാരുണ്ടായിരിക്കും, പക്ഷെ വെള്ളായി ചെയ്യാൻ സതീശനല്ലാതെ മറ്റൊരാളെ നമുക്ക് കാണാം. സാധ്യമായിട്ട് ചെയ്യുന്ന ഒരാൾ തന്നെയാണ് സതീഷ് ചേട്ടൻ, നമുക്ക് അറിയുന്ന കാര്യം. ഓക്കെ, അപ്പം നമ്മൾ ഇത്രയും നേരം പ്രൊഡ്യൂസർ സാറിനെ പറ്റി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ജേക്കബ് സാറിനോടാണ് എൻ്റെ ചോദ്യം. ജേക്കബ് സാറിൻ്റെ അടുത്താണ് എൻ്റെ ചോദ്യം. നുണ എന്നൊരു ഈ ചിത്രം പ്രൊഡ്യൂസ് ചെയ്യാൻ നുണ എന്ന ചിത്രം പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ആ ഒരു ഇനീഷ്യേറ്റീവ്, ആ ഒരു ധൈര്യം സ്വതവേ ഉള്ളതാണ്. എടുത്തു ചാടുക, പിന്നെ നീന്തി കയറുക, അതാണ് എൻ്റെ സ്വഭാവം. ഞാൻ പ്രവാസിയാണ്. ദമാം നാടകവേദി എന്ന് പറഞ്ഞൊരു സംഘടന ഞങ്ങൾക്ക് അവിടെ ഉണ്ട്. അതിലൂടെയാണ് ഞാൻ നാടകക്കാരായ ഇവരെ രണ്ടുപേരെയും പരിചയപ്പെടുന്നത്. അതിനുശേഷം അങ്ങനെയാണ് ഈ ഒരു സിനിമയിലേക്ക് വരുന്നത്. നാടകവേദി തന്നെയാണ് ഇങ്ങനെ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാനും. അതുപോലെ തന്നെ ഹേമന്ത് ഒക്കെ ആയിട്ടുള്ളൊരു കണക്ഷൻ ഒത്തിരി വർഷങ്ങളായിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് വന്നപ്പോൾ എന്തുകൊണ്ട് ചെയ്തുകൂടാന്ന് മനസ്സിൽ തോന്നി, അങ്ങനെ തുടങ്ങി. എങ്ങനെയുണ്ടായിരുന്നു നുണ എന്ന ക്രൂവിൻ്റെ കൂടെയുള്ള ഒരു എക്സ്പീരിയൻസ്? ജീവിതത്തിലെ നുണയന്മാരെ എനിക്ക് ഇഷ്ടമല്ല. ഞാൻ ഭയങ്കരമായിട്ട് അലർട്ടാവും അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ. പക്ഷേ ഈ നുണ എനിക്കിഷ്ടമാണ്, ഈ നുണയന്മാരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇന്ദ്രൻ ചേട്ടനും ഹേമന്തേട്ടനും ഹേമന്തിയും രാജേഷുള്ളവും അവരുടെ ഒരു കോംബോ വന്നപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ നമുക്ക് നമ്മുടേതായ ഒരു ലെവലിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു പടം എന്നുള്ളൊരു അവസ്ഥയിലാണ് ഇതിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലൊരു കഥാപാത്രമുണ്ട്, പിന്നെ സായി മാഷ് എന്ന് പറയുന്ന കഥാപാത്രം. അയാൾ തിയേറ്റർ ആക്ടിവിസ്റ്റാണ്, ഡയറക്ടറാണ്, അതായത് നാടക പിന്നെ സംവിധായകനാണ്, നാടക എഴുത്തുകാരനാണ്. ഇങ്ങനെ ഒരാളെ നമുക്ക് പിന്നെ അതിനൊരു നടനെ കണ്ടെത്തുക എന്ന് പറയുമ്പോൾ നമ്മളൊരു നടനെ കണ്ടെത്തും.
പക്ഷെ ഞങ്ങൾക്ക് അതിനു വേണ്ടി കിട്ടിയത് ഇത് തന്നെയായിട്ടുള്ള ജയൻ തിരുമല എന്ന് പറയുന്ന പുള്ളി പിന്നെ തിയേറ്റർ ആക്ടിവിസ്റ്റാണ്, ഡയറക്ടറാണ്, എഴുത്തുകാരനാണ്. ഈ എഴുത്തിനും സംവിധാനത്തിനും കേരള സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് കിട്ടിയിട്ടുള്ളതാണ്. ഇൻ്റർനാഷണൽ അവാർഡുകൾ, അബുദാബി ശക്തി അവാർഡ്, അങ്ങനെ ഒത്തിരി അതുപോലെ തന്നെയുള്ള ഒരാളെ നമുക്ക് കൃത്യമായിട്ട് സായിമാഷെ തന്നെ നമ്മൾ അങ്ങോട്ട് കൊണ്ടുവയ്ക്കുകയാണ് ചെയ്യുന്നത്. ജീവിതത്തിൽ നിന്ന് സായിമാഷിനെ കഥാപാത്രത്തിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അതിന് തിയേറ്ററിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഈ ഒരു സിനിമയെ വല്ലാതെ ബലപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത്. ഇപ്പോൾ പ്രൊഡ്യൂസർ സാർ മെൻഷൻ ചെയ്യുകയുണ്ടായി, അതായത് ഈ നുണയന്മാരെ എനിക്ക് ഇഷ്ടമാണെന്ന് പറയുകയുണ്ടായി. അങ്ങനെയാണെങ്കിൽ ഈ ഒരു നുണ എന്ന് പറയുന്ന സെറ്റിൽ ഏറ്റവും രസകരമായിട്ട് തോന്നിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാം. അങ്ങനെ ഒരു ഓപ്പൺ ക്വസ്റ്റ്യൻ ആണ്, ആർക്ക് വേണമെങ്കിലും ആൻസർ ചെയ്യാം. രസകരമായിട്ടുള്ള ഒരു അനുഭവം. രസകരമായിട്ട് അന്ന് അല്ലല്ല, ഞാൻ ശരിക്കും കൂളായിരുന്നു. ഇവർക്കൊക്കെ അറിയാം. അല്ലാതെ ജയൻ ചേട്ടൻ പ്രത്യേകം പറയും, ചേട്ടൻ എപ്പോഴും പറയായിരുന്നു, ഇദ്ദേഹം ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു, എങ്ങനെ സാധിക്കുന്നു എന്ന് എപ്പോഴും ചോദിക്കും. ഞാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇരുന്ന് കണ്ടത്. പക്ഷെ ഒരു സീൻ നമുക്ക് ഗോഡ്വിൻ എന്ന കഥാപാത്രം ഒരു പ്രാവശ്യം ഒരു സീനിൽ ഇന്ദ്രൻ സാറിനെ പൊക്കിക്കൊണ്ടൊക്കെ പോയി. പിടിച്ചു നിർത്തേണ്ടതേ ഉണ്ടായുള്ളൂ. പക്ഷെ ആ സീനിൻ്റെ ഒരു മോഷനിൽ ആളെ എടുത്തിട്ടുണ്ട്. പിന്നെ നോക്കുമ്പോൾ ആളെ ഡയറക്റ്റ് നോക്കുമ്പോൾ രണ്ടുപേരും വേറെ എവിടെയോ നിൽക്കുന്നു. അതുപോലെ ഒത്തിരി സംഭവങ്ങളുണ്ട്, രസകരമായ ഒത്തിരി സംഭവങ്ങളുണ്ട്. പിന്നെ നമ്മൾ ചെയ്യുന്ന ജോലിയുടെ ടെൻഷൻ നമ്മുടെ തലയിലേക്ക് എടുത്ത് നമുക്ക് ജോലി ചെയ്യാൻ പറ്റില്ല. ഞാൻ ബേസിക്കലി ഒരു ഫിനാൻസ് ഗൈ ആണ്. ചെയ്യുന്ന ജോലി അത്രമാത്രം ടെൻഷനുള്ള ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതൊന്നും ഒരു വിഷയമല്ല. മൾട്ടിപ്പിൾ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഓരോ ഭാഗത്തുനിന്ന് വരും ഒരു ഫിനാൻസ് ഗൈ എന്നുള്ള നിലയിൽ. ഇന്ദ്രൻ സാറിൻ്റെ അടുത്തേക്ക് ചോദിക്കുകയാണെങ്കിൽ എന്താണ് അങ്ങനത്തെ ഒരു രസകരമായിട്ടുള്ള ആ ഒരു മൊമെന്റിൽ എന്താണ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്? അതുപോലെ തന്നെ ഈ സെറ്റിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര രസകരമായിട്ടുണ്ടായിരുന്ന ഒരു ഇൻസിഡന്റ് എന്തായിരുന്നു? ക്യാമറാമാൻ ഫ്രെയിമിൽ പലതും രണ്ടും ഔട്ട്, ഫ്രെയിമിൽ നിന്നും ഔട്ട് പോയി. അപ്പം ആള് വളരെ സ്നേഹപൂർവ്വം എന്നെ എടുത്തോണ്ട് പോയി. ഞാൻ ഇവരുടെ പിന്നെ ഇതിൽ കേട്ടൊരു അനുഭവമുണ്ട് എനിക്ക്. ഞാൻ ലൊക്കേഷനിലില്ല, എന്നോട് രാജേഷ് ഇവർ കൂടി പറഞ്ഞൊരു പിന്നെ അനുഭവമാണ്. ഈ നമ്മുടെ ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു നാടക ക്യാമ്പിൻ്റെ സ്വഭാവമാണ്. ക്യാരവനില്ല, ഇതൊന്നുമില്ല. ഇന്ദ്രൻ സേട്ടനൊക്കെ ഏതെങ്കിലും മരത്തിൻ്റെ ചുവട്ടൊക്കെ ഇരുന്നിട്ടാണ് പിന്നെ ഭക്ഷണം കഴിക്കുന്നത്. ചിലപ്പോൾ വെയിലത്തുനിന്നും മഴയത്തുനിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പിന്നെയൊക്കെ മാറിയിരിക്കുന്നൊക്കെ ഏതെങ്കിലും വീടിൻ്റെയൊക്കെ സൈഡിലൊക്കെ കയറി നിൽക്കുകയൊക്കെ ചെയ്യും. അപ്പം അങ്ങനെ ഇന്ദ്രൻ സേട്ടൻ ആരെയും ബുദ്ധിമുട്ടിക്കാൻ ഇഷ്ടമില്ലാത്ത പിന്നെ ഒരാളാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെ ഒരു ദിവസം ലൊക്കേഷനിൽ പിന്നെ രാജേഷ് ഗവൺമെൻറ് ഇവരുടെ സീൻ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇന്ദ്രൻ സേട്ടന് മനസ്സിലായി ഇന്ദ്രൻ സേട്ടന് ഇപ്പോൾ ഇവിടെ ഇന്ദ്രൻ സേട്ടൻ്റെ ആവശ്യമില്ല എന്നുള്ളത്. അപ്പോൾ ആ സമയം വലിയ ക്രൗഡാണത്. കാരണം അന്ന് കള്ള് ഷാപ്പിൽ ഒരു സീക്വൻസ് എടുക്കുന്നത്. അപ്പോൾ ഉച്ചക്കുള്ളിൽ തീർക്കണം. അപ്പോൾ ഭയങ്കര ക്രൗഡിൽ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ. അപ്പോൾ ഇന്ദ്രൻ സേട്ടന് അന്ന് കറക്റ്റ് സമയത്ത് ഇന്ദ്രൻ സേട്ടൻ ലൊക്കേഷനിലെത്തിയാളാണ്. അന്ന് കുറച്ച് നേരത്തെ വന്നു കഴിഞ്ഞപ്പോൾ അപ്പോൾ ഈ ആൾക്കാരെ തീർത്തതിന് ശേഷമാണ് ഇന്ദ്രൻസേട്ടൻ്റെ യൂണിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ദ്രൻസേട്ടൻ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇന്ദ്രൻസേട്ടൻ മനസ്സിലായി കുറച്ച് സമയം തെറ്റിയാണ് വന്നിരിക്കുന്നതെന്ന്. സമയം തെറ്റിയെന്ന് പറഞ്ഞാൽ നേരത്തെ വന്നിരിക്കുന്നത്. ഇദ്ദേഹം എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് കുറച്ച് നേരം നിന്നിട്ട്, കാരണം ഞാനും ഈ തുടക്കക്കാരനാണല്ലോ, അപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടാണ്ട് വെച്ചിട്ട് അവർക്ക് ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ആൾ നേരത്തെ മെല്ലെ അവിടെ നിന്ന് വലിഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ സീക്വൻസൊക്കെ ഇത് ഷൂട്ട് കഴിഞ്ഞ് ഞാൻ മറ്റേ ഈ കൺട്രോളറെ വിളിക്കുകയാണ്. റെഡിയാണ്, നമ്മൾ ഫുഡ് കഴിച്ചിട്ട് അടുത്ത ഇന്ദ്രൻ സേട്ടൻ ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഇന്ദ്രൻ സേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, എവിടെ പോയി നോക്കിയിട്ട് ഇന്ദ്രൻ സേട്ടൻ കാണാനില്ല. അപ്പോൾ നോക്കിപ്പോണ്ട് നമ്മുടെ ജേക്കബേട്ടൻ്റെ മൂത്ത മോൻ ഉണ്ട്, സച്ചിനും കുട്ടിയും കൂടെ ഈ കൺട്രോളറും കൂടെ കൂട്ടിയിട്ട് അടുത്ത 2 വീട് അവിടെ പോയി ഇരിക്കുന്നതാണ്. പോയി നോക്കിയിട്ട് കാണുന്നില്ല. അപ്പോൾ വിളിക്കുമ്പോൾ ഉണ്ട് ഞാനിവിടെ റൂമിലെത്തിയെന്ന് പറയുന്നത്. അപ്പോൾ അല്ല അവിടെ തീർന്നില്ലല്ലോ, ഞാനിപ്പോൾ അങ്ങോട്ട് വരാം, കുഴപ്പമില്ല, ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനെനിക്ക് ആ ടെൻഷനായി, ആ വിഷമിച്ചിട്ടാണ് പോയെന്നുള്ള അവസ്ഥയിൽ ഇതായിപ്പോയി. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് ആൾ കുറച്ച് കൊണ്ട് വരുന്നു, നമ്മുടെ ഐ.വി. ശശിസാറിൻ്റെ ഒരു തൊപ്പിയൊക്കെ വെച്ചിട്ട് ഒരു മാസ്കൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വരികയാണ്. അപ്പം ഞാനിങ്ങനെ കൊശുവിലാണ് പോയിരിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ അടുത്ത് തിരിച്ച് ഇത് എവിടെയാണെന്ന് ചോദിച്ചു. റൂമിൽ പോയി എന്ന് പറഞ്ഞു. എങ്ങനെ പോയെന്ന് ചോദിച്ചു. ഓട്ടോറിക്ഷയ്ക്ക് പോയിന്ന്. അപ്പം എനിക്ക് അത്ഭുതമായി, കാരണം അപ്പോൾ ഞാൻ ഓട്ടോറിക്ഷക്കാരന് മനസ്സിലായില്ല ചോദിച്ചു.
ഇല്ല മനസ്സിലായത് അവിടെ എത്തിയിട്ടാണ് മനസ്സിലായത്. പൈസ കൊടുക്കുന്ന സമയത്താണ് ഇദ്ദേഹത്തിന് മനസ്സിലായത്. അപ്പോൾ തിരിച്ചെങ്ങനെ വന്നു ചോദിച്ചു. അപ്പോൾ തിരിച്ച് വണ്ടി വരണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ വേറെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, അമ്മ ആരിലും വണ്ടി കൊണ്ടാണ് വരുന്നത് വിചാരിച്ചു. ആളൊരു വെള്ളിമുഖം വിളിച്ചിട്ടാണ് വരുന്നത്. അതെന്താ വെച്ചാൽ അങ്ങനെ ആവാൻ എളുപ്പമല്ല അല്ലേ? അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരെ നമുക്ക് പറ്റില്ല. അത് കൈലിമുണ്ടും ഷർട്ടുമാണ്, പിന്നെ മാസ്കും ഉണ്ട്. തിരിച്ചു വന്നപ്പോൾ ആ ഓട്ടോറിക്ഷക്കാരന് മനസ്സിലായില്ല. ആള് അവിടെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഈ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വന്നപ്പോഴാണ് ഈ ഡ്രൈവർക്ക് മനസ്സിലാകുന്നത് ഇത് ലൊക്കേഷൻ. അപ്പോൾ പൈസ കൊടുക്കാൻ നോക്കുമ്പോഴാണ് ഇന്ദ്രൻ ചേട്ടൻ ബേക്കിരിക്കുന്നത് അദ്ദേഹത്തിന് മനസ്സിലാകുന്നത്. അത് പറഞ്ഞു തന്നാൽ അങ്ങനെ സിമ്പിൾ ആകാന്ന് പറയുന്നത് റിസ്ക് ആണ്, എളുപ്പമല്ല. അത് ഞാനത് നന്നായി പറയാമെന്ന ഉദ്ദേശമാണ്. അനുഭവം എനിക്കാണ്. ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടി വൃത്തിക്ക് വന്നതാണ്. ഇപ്പോൾ ഗോഡ്വിനിലേക്ക് വരാണ്. അപ്പോൾ ഗോഡ്വിൻ നമ്മുടെ ഇന്ദ്രൻ ചേട്ടനെ പൊക്കിക്കൊണ്ട് പോയി എന്നൊക്കെ പറഞ്ഞ് വളരെ രസകരമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഇവർ പങ്കുവയ്ക്കുകയാണ്. അപ്പം ഫസ്റ്റ് മൂവി ആയിരുന്നു, എങ്ങനെ ഉണ്ടായിരുന്നു ഒരു എക്സ്പീരിയൻസ് നോണ ഈ ക്രൂവിൻ്റെ കൂടെ, നമ്മുടെ രാജേഷ് ചേട്ടൻ്റെ കൂടെയും ഹേമന്തേട്ടൻ്റെ കൂടെയും ഇന്ദ്രൻ ചേട്ടൻ്റെ കൂടെയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഒരു എക്സ്പീരിയൻസ്? വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഓക്കെ, ആദ്യത്തെ മൂവി ആയതുകൊണ്ട് രണ്ടാമത്തെ മൂവിയുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് അറിയാത്തത് കൊണ്ടും ഇത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് അതെ. ഒരു നെർവസ്നെസ്സിനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ രാജേഷേട്ടൻ്റെ ഒരു പഠിപ്പിക്കൽ കാരണം അതങ്ങ് റെഡിയായി. പിന്നെ ഇന്ദ്രൻ ചേട്ടൻ വന്നു കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ ഒരു സപ്പോർട്ടിങ് ഉണ്ട്, ഏട്ടൻ്റെ ഒരു സപ്പോർട്ടിങ് കാരണം ആ നെർവസ് അങ്ങ് പെട്ടെന്ന് അങ്ങ് പോകും. നമ്മളെ പെട്ടെന്ന് കംഫോർട്ട് ചെയ്തു. അതെ, വളരെ പെട്ടെന്ന്. ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ എനിക്കറിയില്ല പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് അറിയില്ല, നമ്മൾ ചില പുതിയ പള്ളിയിൽ കയറുമ്പോൾ നമുക്കൊരു പ്രതീതി ഉണ്ട്, ഇങ്ങനെ കയറി കഴിയുമ്പോൾ ഒരു വൈബാണ്, വേറൊരു വൈബാണ്. ആദ്യമായിട്ട് നമ്മൾ ഒരു നടനെ കാണുമ്പോഴും അതേപോലെ തന്നെയാണ്, നമുക്ക് മേല് മൊത്തം ഇങ്ങനെ ഒരു തരിയിരിപ്പുണ്ടാവും. അപ്പോൾ അതായിരുന്നു എൻ്റെ അവസ്ഥ. പുള്ളിനെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് വന്ന് ആദ്യത്തെ ഒരു ഷോട്ട് എടുത്തു, ഞാൻ ഇങ്ങനെ ബലം പിടിച്ചിരിക്കുക. ആള് വന്ന് വയറിനൊരു ഇടി വന്നു. ഒരു കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാം, എല്ലാം റെഡി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് രണ്ടുപേരും എന്നെ സപ്പോർട്ട് ചെയ്തു. രാജേഷേട്ടനാണെങ്കിൽ സപ്പോർട്ട് ചെയ്തു, ക്രൂ ആണെങ്കിൽ സപ്പോർട്ട് ചെയ്തു. അങ്ങനെ എല്ലാവരുടെയും സപ്പോർട്ട് കാരണം ഞാനിങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ അങ്ങനെ മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് എന്താണ്? ഫസ്റ്റ് ഇന്ദ്രൻ ചേട്ടനെ കണ്ടപ്പോൾ ഉണ്ടായിരുന്ന ഒരു കോരിത്തെരിപ്പാണ് ഏറ്റവും കൂടുതൽ. അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ രണ്ടാമത് ഇന്ദ്രൻ ചേട്ടനെ പൊക്കിക്കൊണ്ടുപോയത്. അപ്പൊ പൊക്കിക്കൊണ്ടുപോയപ്പോ എന്തായിരുന്നു ഫീൽ ചെയ്ത്? മനസ്സിൽ എന്തായിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നു? പൊക്കിക്കൊണ്ട് പോയി കഴിഞ്ഞപ്പോ ഈ മനുഷ്യന് ചെറുതായിട്ട് വെയിറ്റ് കുറവുണ്ടെന്നും പിന്നെ വളരെ പൊക്കി വെച്ച് നമ്മൾ വെച്ച് കഴിയുമ്പോഴത്തേക്കും ഞാൻ ശരിക്കും പ്രതീക്ഷിച്ച ഇന്ദ്രൻ ചേട്ടനെ ഒരു തല്ല് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. നോക്കി കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ നോക്കും, ഒരു നിസ്സഹായ അവസ്ഥയിൽ ക്രൂശി തറക്കാൻ ഉദ്ദേശിച്ചുള്ള രീതിയിലൊരു നോട്ടമുണ്ട്. അപ്പൊ അന്നേ ഒരു രസം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ നോക്കിയപ്പോ ക്യാമറമാനെ കാണാനില്ല, ആള് താഴെ നിന്ന് ചിരിക്കുന്നു, ബാക്കിയുള്ള എല്ലാ ആൾക്കാരും ചിരിക്കുന്നു, അവിടെ ഉണ്ടായിരുന്ന കാണാൻ വന്ന ആൾക്കാർ ഉൾപ്പെടെ ചിരിക്കുന്നു. അപ്പൊ ശരിക്കും ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതെ, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ശരിക്കും. ഇന്ദ്രൻ ചേട്ടാ, എന്തായാലും നമ്മൾ നുണയാണ്. അപ്പം അതുപോലെ എപ്പോഴെങ്കിലും ലൈഫിൽ പറഞ്ഞിട്ടുള്ള നുണ ഉണ്ടോ? അങ്ങനെ ഒരു നുണ പറഞ്ഞതിന്റെ ബേസിൽ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടാവുകയോ അതിനെപ്പറ്റി അതിൽ നിന്ന് എന്തെങ്കിലും രസകരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവുകയോ? നുണ പറഞ്ഞിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഒരുപാട് നുണ പറഞ്ഞിട്ടുണ്ട്. ഒരു ആശ്വാസം തോന്നിയത് തുടക്കത്തിൽ നുണ ഒരു സാരാംശം സാറ് പറഞ്ഞില്ലേ, പറഞ്ഞാൽ പോരാ, കക്കാൻ പഠിച്ച പോലെ നിൽക്കാനും അതെനിക്ക് അറിയാമായിരിക്കും. അതാണ് ഞാൻ ഈ അടുത്ത കാലം വരെ കണ്ടമാനം നുണ പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ നുണ പറഞ്ഞിട്ട് എന്തെങ്കിലും നമുക്ക് ഓർത്ത് വെക്കാനായിട്ട് ഒരു ഇൻസിഡന്റ് ഉണ്ട്? അതൊരു രസകരമായിട്ടുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നോ? ഒന്നുമില്ല, നുണ പറഞ്ഞപ്പോഴൊക്കെ രസകരമായിട്ടുള്ള അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ശിശിരിലേക്ക് വരികയാണ്. അപ്പം നുണ എന്ന് പറയുന്ന ക്രൂവിൽ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് രസകരമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ഈ ക്രൂവിന്റെ കൂടെയുള്ള ഒരു എക്സ്പീരിയൻസ്? വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഇത് എൻ്റെ ഫസ്റ്റത്തെ പടം ആയിരുന്നു അന്നേരം. ആണ്. അപ്പോൾ പിന്നെ ആക്ടിങ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് വലിയൊരു പിടുത്തമില്ല. ഷോർട്ട് ഫിലിമൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലാതെ ചെറിയ ആൽബമൊക്കെ. സിനിമ എന്ന് പറഞ്ഞപ്പോഴും ഞാൻ അന്നേരം വലിയ ഈ പറഞ്ഞ പോലെ എങ്ങനെയാകുന്നു ഇത് നടക്കുമെന്ന് എന്നോട് സ്റ്റോറി പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ കൺട്രോളർ സന്തോഷ് ചേട്ടനും രാജേഷ് ചേട്ടനുമാണ് സ്റ്റോറി പറയാനൊക്കെ ആ സമയത്ത് വന്നിരുന്നു. അപ്പോൾ രാജേഷ് ചേട്ടനെ ഫുൾ സ്റ്റോറി പറഞ്ഞിട്ട് ഞാൻ ആദ്യം കുറച്ച് നേരം ഇങ്ങനെ നിൽക്കുമായിരുന്നു. എനിക്കത് ഹസ്ബൻഡ് ഫുൾ, ഞാനും ഹസ്ബൻഡും കൂടെ കേൾക്കാൻ പോയത്. ഹസ്ബൻഡ് ഫുൾ ക്ലിയർ ആയിട്ടെല്ലാം പറഞ്ഞു തന്നു. അപ്പോഴും എൻ്റെ മനസ്സിൽ നടക്കുമോ, എങ്ങനെ ഉണ്ടാകും എന്നൊക്കെ. പിന്നെ ഇന്ദ്രൻ ചേട്ടനുണ്ട്, എല്ലാവരും ഇങ്ങനെ ക്രൂവിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്. പക്ഷെ ഇത് എങ്ങനെ ഉണ്ടാകും, എങ്ങനെ ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ളൊരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞപ്പം ഈ പറഞ്ഞ പോലെ എല്ലാം
ഭയങ്കര അഭിനയത്തിൻ്റെ ആൾക്കാരാണല്ലോ. നാടകത്തിലാണെങ്കിലും എല്ലാ അവാർഡ് വാങ്ങിയിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്. അപ്പോൾ എങ്ങനെയായിരിക്കും ഞാൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നുള്ള ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, ഈ രാജേഷേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ രാജേഷേട്ടൻ ചെറിയൊരു ചൂടനാണെന്നൊരു സംസാരം ഉണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും കാര്യം നമ്മുടെ ക്രൂവില് ഞാൻ ഇല്ല രാജേഷേട്ടനെ ആക്ടിങ്ങിനെ കുറിച്ച് ഭയങ്കര ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. എൻ്റെ കൂട്ടത്തിലുള്ള ചേച്ചി സുധ ചേച്ചിയുണ്ട്. സുധ ചേച്ചി ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് എല്ലാവരും. എനിക്ക് നാടകത്തെക്കുറിച്ചൊന്നും വലിയൊരു ഗ്രാഹ്യമില്ല. ഇത് നാടകത്തിൽ ഞാൻ സ്കൂളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇത് എങ്ങനെയാണ് ഒരു രമേശ് നാടകം അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് വരുന്നത് ഒരു എക്സ്പീരിയൻസ് ഒന്നും എനിക്കറിയില്ല. അപ്പോൾ അതിൽ ഇവരുടെ ഇങ്ങനെയാണ് ഫുൾ സെറ്റ് ഇടുന്ന കഥകളൊക്കെ ഇങ്ങനെ ഞാൻ നമ്മുടെ സെറ്റിൽ നിന്നാണ് ഫുൾ കേൾക്കുന്നത്. അപ്പോൾ ഈ ആക്ടിങ്ങിൽ ഭയങ്കരമായിട്ട് ചെയ്യുന്ന ആൾക്കാരാണെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും പേടിയുണ്ട്. അപ്പോൾ വഴക്ക് പറയേണ്ടടുത്ത് ചോദിച്ചപ്പോൾ ഒരാഴ്ച വഴക്ക് പറയട്ടോ എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു പ്രാവശ്യം എനിക്ക് വഴക്ക് പറഞ്ഞു, പക്ഷെ അതെനിക്ക് മനസ്സിലായില്ല എന്നെ വഴക്ക് പറഞ്ഞാണ് ഈ ഷൂട്ട് കഴിഞ്ഞത്. അന്നെനിക്ക് മനസ്സിലായില്ല. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പറഞ്ഞു ശരി ഞാൻ പറഞ്ഞ വിഷമമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞേ അപ്പോഴാണ് ചോദിച്ചാൽ എന്നെ വഴക്ക് പറഞ്ഞ ആളല്ലേ എന്ന് ഞാൻ വിചാരിച്ചത് അന്നേരം. പിന്നെ ആക്ടിങ്ങിൻ്റെ സമയത്ത് എനിക്ക് കാണിച്ചു തരുമായിരുന്നു. ഇപ്പം ഇവൻ നടക്കുന്നതൊക്കെ ആണെങ്കിലും ഇങ്ങനെ ഇങ്ങനെ നടക്കൂ, ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യുന്നൊക്കെ പറയേണ്ട അത് കാണിച്ചൊക്കെ തന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഭയങ്കര ഈസിയാണ്. നമുക്കങ്ങനെ കാണിച്ചു തരും, പറഞ്ഞു തരും. ആ മോഡുലേഷൻ നമ്മൾ സംസാരിക്കുന്നത് എങ്ങനെയാണോ ആ ഒരു മോഡുലേഷനിൽ രാജേട്ടൻ ഇങ്ങനെ പറഞ്ഞു തരുമായിരുന്നു. അപ്പം നമുക്ക് കുറച്ചും കൂടെ ഈസിയാണ്, കംഫർട്ടബിൾ ആയിരുന്നു. നല്ല പിന്നെ എല്ലാവരും നല്ല ഒരു ഹോംലി ഫീലാണ്. നമ്മളൊരു വീട്ടിൽ വെച്ചായിരുന്നു. അതെ, ഇന്ദ്രൻ ചേട്ടനും ഒക്കെ ഭയങ്കര ഇപ്പോൾ നമ്മുടെ മനസ്സിൽ ഇന്ദ്രൻ ചേട്ടൻ എന്ന് പറയുമ്പോൾ ഭയങ്കര ഇപ്പോഴും അങ്ങനെ തന്നെ അങ്ങനെയല്ല. പക്ഷെ ആ ഒരു പേടി അല്ലെങ്കിൽ നമ്മളെ എല്ലാവരും ഒരു മക്കളെ പോലെ ഇങ്ങനെ ചേർത്ത് നിർത്തുന്ന രീതിയിലും പിന്നെ എല്ലാവരും ഷൂട്ടിൻ്റെ സമയത്ത് അല്ലാതെ നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് വർത്താനം പറയുന്നു. ഒരു വീട്ടുകാരും ഇപ്പോഴും കുറേ നാൾക്ക് ശേഷം കണ്ടതെല്ലാവരെയും അപ്പോഴും നമുക്ക് ഭയങ്കര ഒരു ആ ഫീൽ എക്സൈറ്റ്മെന്റ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ഈ ചിത്രത്തിൽ അമൃത എന്ന് പറയുന്ന ക്യാരക്ടറാണ് ചെയ്യുന്നത്. അപ്പം റിയൽ ലൈഫിൽ ഉള്ള ശിശിരയും കഥാപാത്രമായിട്ടുള്ള അമൃതയും തമ്മിൽ എന്തെങ്കിലും സിമിലാരിറ്റീസ് ഉണ്ടോ, ഡിഫറൻസ് ഉണ്ടോ, എങ്ങനെയാണ്? റിയൽ ലൈഫിൽ എനിക്ക് ഇതിൽ വലിയ വ്യത്യാസമൊന്നും ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഈ സിനിമയിൽ അമൃത കുറച്ച് ബോൾഡാണ്, ഭയങ്കര നിശ്ചയദാർഢ്യമൊക്കെയുള്ള ഒരു നിശ്ചയദാർഢ്യമുള്ള എന്താ പറയുക എല്ലാത്തിനും ഒരു ഇതുള്ള ഒരാളാണ്. ഞാൻ അങ്ങനെയൊക്കെയാണ് കുറച്ചൊക്കെ, പക്ഷെ കുഴപ്പമില്ല. ഇനി പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളോ അങ്ങനെയൊന്നും നമ്മൾ എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെ അങ്ങ് ചെയ്താൽ മതിയായിരുന്നു സിനിമയിൽ. ബിജു ചേട്ടാ, നൊണ എന്ന ചിത്രത്തിൽ ലീഡിങ് ക്യാരക്ടറാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം സുനി എന്ന കഥാപാത്രമാണ് ചേട്ടൻ ഈ ഒരു സിനിമയിൽ ചെയ്തിട്ടുള്ളത്. അപ്പം എന്തായിരുന്നു ഓവറോൾ നൊണ എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ്? ഞാൻ 25 വർഷമായിട്ട് നാടകത്തിൽ അഭിനയിക്കുന്നതാണ്. എൻ്റെ ത്രൂ ഔട്ട് വേഷം ഞാൻ അഭിനയിച്ച ഇതിനു മുമ്പും സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒരു മുഴുനീള ഇന്ദ്രൻസേട്ടനൊപ്പം നിഴൽ പോലെ നിൽക്കുന്നൊരു കഥാപാത്രമാണത് സുനി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരു ത്രൂ ഔട്ട് വേഷം എനിക്ക് കിട്ടിയത് നുണയിലാണ്. പക്ഷെ എനിക്കതൊരു ഇവരുടെ കൂടെ ഹേമന്തും രാജേഷും അവരുടെ കൂടെ ഒരു 4-5 നാടകത്തോളം ഞാൻ ചെയ്തിട്ടുണ്ട്. അത് മികച്ച വേഷങ്ങൾ തന്നെയാണ് അവർ തന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് സിനിമയിലേക്ക് വന്നപ്പോഴും എനിക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല അവരുടെ കൂടെ നിൽക്കുന്നതുകൊണ്ട്. പക്ഷെ സിനിമ എന്ന് പറയുന്ന നേരത്തെ ഞാൻ 3-4 പടങ്ങളിൽ ചെറിയ വേഷങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. അന്നൊക്കെ എനിക്ക് ഈ സിനിമയെന്ന് പറഞ്ഞാൽ ആ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ പേടിയാണ്. ഒരു താരാപരിവേഷം, അവിടെ എന്തെങ്കിലും ചെറിയ വേഷം ഉണ്ടെങ്കിൽ ഇങ്ങനെ മാറിയേക്കുള്ളൂ. ഇവിടെ വേറെ ആരുമില്ല, നമ്മുടെ അടുത്ത ആളുകൾ തന്നെ ഇന്ദ്രൻ ചേട്ടൻ മാത്രം ഉള്ള ഒരു താരമായിട്ടുള്ള ആൾ. പക്ഷേ ഇന്ദ്രൻ ചേട്ടൻ വന്നതോടുകൂടി എനിക്ക് ആ ഒരു ഇത് മാറി കിട്ടി. നമ്മളിലൊരാളാണ്, ഒരു താരാപരിവേഷമില്ലാതെ ഞാൻ നിങ്ങളിലൊരാളാണ് എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊണ്ട് നമ്മളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ടും ഇതിനോട് പരമാവധി ഇത് സമയബന്ധിതമായി എനിക്ക് തോന്നുന്നത് തീർക്കാൻ കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു സഹകരണം. നേരത്തെ പറഞ്ഞില്ല, ആർട്ടിസ്റ്റുകളോട് ചേർത്ത് നിർത്തുക. അപ്പോൾ എനിക്ക് അദ്ദേഹത്തോട് അഭിനയിക്കുമ്പോൾ തന്നെ ആ ഭയമില്ലാതെ റോഹിച്ചനാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇന്ദ്രൻ ചേട്ടൻ എന്ന വലിയ നടനല്ല, അതിനപ്പുറത്ത് ഒരു ആ കഥാപാത്രം പലപ്പോഴും അദ്ദേഹത്തിൻ്റെ അഭിനയം കൊണ്ട് അത്ഭുതപ്പെട്ടു വിടണം. എത്ര അനായാസമായിട്ടാണ് അഭിനയിക്കുന്നത്. ഷൂട്ടിങ്ങിനിടക്ക് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ അഭിനയിക്കാൻ കഴിയുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എൻ്റെ എക്സ്പീരിയൻസ് ആയിരിക്കും അത്, അത്രയ്ക്ക് അനായാസമായിട്ട്. അതുകൊണ്ട് തന്നെ നമുക്കെല്ലാവർക്കും സുഖകരമായി അഭിനയിക്കാൻ കഴിഞ്ഞെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം ഞാൻ ചോദിക്കുകയാണ്, ഇപ്പം നാടകങ്ങളിൽ അഭിനയിച്ചിരുന്നു എന്ന് പറയും. അപ്പം നാടകം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ത്രൂ ഔട്ടായിട്ട് ആ ഒരു 2 മണിക്കൂർ അങ്ങനെ തന്നെ തട്ടയിൽ നിന്ന് കളിക്കുകയാണ്. സിനിമയിലേക്ക് വരുമ്പോഴത്തേക്കും അതിൻ്റെതായ കുറേ ഡിഫറൻസുകളുണ്ട്. അപ്പം അതെങ്ങനെയാണ്, ആ ഒരു ചേഞ്ച് എങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്? ഈ നാടകം എന്ന് പറഞ്ഞാലേ
ആ കഥാപാത്രം സ്റ്റേജിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ ഒരു ആക്ഷനോ കട്ടോ പറയാനായിട്ട് ആരുമില്ല. ഒരു 24 അടി ചുറ്റളവിൽ ഒരു നടൻ അനുഭവിക്കുന്ന ഒരു വല്ലാത്തൊരു സ്വാതന്ത്ര്യമുണ്ട്. അതോടൊപ്പം തന്നെ അവൻ അനുഭവിക്കുന്നൊരു പെയിനുണ്ട്. കാരണം ഒരു ആരവത്തിനിടയിലുള്ള ഒരു ഏകാഗ്രത, ഏകാന്തത ഒക്കെ നടനാവശ്യമാണ്. അത് ഓഡിയൻസിൻ്റെ ഇടയിൽ നിന്ന് അത്ര അമ്പലപ്പറമ്പിലും പള്ളിപ്പറമ്പിലാണ് നമ്മൾ കളിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും ഒരു അനക്കം മതി. നമ്മൾ സ്ഥിരം ഡയലോഗ് 300 നാടകത്തിൽ 250 നാടകത്തിലൊക്കെ നാടകം കളിച്ചാലും ശരി, ഒരു നിമിഷം മതി നമ്മൾ കോൺസെൻട്രേഷൻ പോകാനായിട്ട്. ആ നാടകത്തിന് അങ്ങനെ ഒരു വല്ലാത്തൊരു ഇതുണ്ട്, പ്രത്യേകത ഉണ്ട്. പിന്നെ ഏത് നിമിഷവും നമുക്ക് ബ്ലാങ്കായി പോകാം. നമ്മൾ എവിടെയാണ് നിൽക്കണത്, എന്താണ് നമ്മൾ പറഞ്ഞു വെച്ചത്, ഇതൊക്കെ സ്ഥലകാലബോധം നഷ്ടപ്പെടുമെന്ന് അറിയില്ലേ, അതുപോലെ സംഭവിക്കുന്നുണ്ട്. അത് സ്റ്റേജിന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. സിനിമ പിന്നെ ഒരു വൈകാരിക നൈരന്തര്യം നാടകത്തിൽ നമുക്ക് കിട്ടും, സിനിമയിൽ കിട്ടുന്നില്ല. സിനിമയിൽ അതാണ് എനിക്ക് തോന്നുന്നത്, അതും വലിയൊരു വെല്ലുവിളി തന്നെയാണ്. ക്ലൈമാക്സ് ആയിരിക്കും ചിലപ്പോൾ ആദ്യം എടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒരു രണ്ടും വ്യത്യസ്തമാണെന്നാണ് പറഞ്ഞത്. രണ്ടിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. ജേക്കബ് സാർ, അപ്പോൾ സാറിനോടാണ് ചോദിക്കുന്നത്, ഗോഡ്വിനെ പറ്റിയാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് സാറിൻ്റെ മകനാണ് ഗോഡ്വിൻ. അതുപോലെ തന്നെ ഈ ചിത്രത്തിലൊരു ലീഡിങ് റോളും ഗോഡ്വിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു മകൻ എന്ന നിലയിലുള്ള ആ ഒരു കാര്യവും പിന്നെ അഭിനേതാവ് എന്ന രീതിയിലും 2 രീതിയിലും ഗോഡ്വിനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തെപ്പറ്റി സാറിന് എന്താണ് പറയാനുള്ളത്? മകൻ എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ഒരു വളരെ പാഷനേറ്റും വളരെ പാഷനും വളരെ നമ്മളോട് വളരെ സ്നേഹവും ബഹുമാനവും ചേർത്ത് നിർത്തി നമ്മളെപ്പോഴും കൂടെ നിർത്തുന്ന ആളാണ്. സിനിമയിലും ഏതാണ്ട് അതേ ക്യാരക്ടർ തന്നെയാണ് വരുന്നത്. സിനിമയിലേക്ക് വരുമ്പോൾ മകൻ എന്നുള്ള നിലയിൽ ഞാൻ അസസ് ചെയ്യുന്നില്ല. ഒരു അഭിനേതാവ് എന്നുള്ള നിലയിൽ അവനെ അസസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളും സന്തോഷഘട്ടങ്ങളും ഒക്കെ കൊണ്ടുപോകുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അത് വളരെ വിദഗ്ധമായി ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് കൂടുതൽ പറയാൻ ഡയറക്ടർക്കാണ് പറ്റുക, എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ് എന്നുള്ളത്. ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ ഒരു നല്ലൊരു വാഗ്ദാനമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ അങ്ങനെ വിശ്വസിക്കണമെന്നില്ല, ഇതൊരു ലക്കാണ്. സിനിമ എന്ന് പറഞ്ഞ ലക്കാണ്. നല്ല ക്യാരക്ടേഴ്സ് കിട്ടിയാൽ അവൻ്റെ കയ്യിൽ ഭദ്രമായിരിക്കുമെന്ന് വിശ്വാസമുണ്ട്. അപ്പോൾ ഗോഡ്വിൻ്റെ അടുത്ത് ഞാൻ ചോദിക്കുകയാണ്, അപ്പം അച്ഛൻ പറയണ്ടായി വളരെ പാഷനാണ്, അഭിനയം ഒരു പാഷനാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ തന്നെയാണോ? അഭിനയിക്കുന്നത് ആക്ടിങ് ഒരു പാഷനായിട്ട് എടുത്തിട്ടുള്ള ആളാണ്? ഏറെക്കുറെ അങ്ങനെയാണ് വേണം പറയാം. കാരണം ചെറുപ്പം തൊട്ട് ആദ്യത്തെ ഒരു ഫീൽഡ് എന്ന് പറയുമ്പോൾ, ഒരു പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം തൊട്ട് ചെറുപ്പം തൊട്ട് ഓർമ്മയുള്ള കാലം തൊട്ട് ആക്ടിങ്ങിനോടൊരു വല്ലാത്തൊരു ഇഷ്ടമുണ്ട്. പലപ്പോഴും അത് മിമിക് ചെയ്ത് എനിക്ക് ചെറുപ്പത്തിലൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ ഒരു നില വീടാണ്. അപ്പോൾ 1ാമത്തെ നിലയിൽ നിന്ന് സുരേഷ് ഗോപിനെ കണ്ടിട്ട് നമുക്ക് വളരെ ഇൻസ്പയർഡ് ആയിട്ട് പപ്പയുടെ ജാക്കറ്റും ചേട്ടൻ്റെ ഷൂ എടുത്തിട്ട് നമുക്ക് തന്നെ താഴ്ത്തി ചാടി കഴിഞ്ഞപ്പോൾ എനിക്ക് കുഴപ്പമില്ല. ഞാൻ 2 കൈകൾ കുത്തിയിട്ട് എണീറ്റ് ചെറിയ പൊടിയൊക്കെ ഉണ്ട് തട്ടിയൊക്കെ വന്ന് അകത്ത് ചേച്ചി ഇരിപ്പുണ്ടായിരുന്നു. ചേച്ചി ഇത് കണ്ട് ചേച്ചി പുറത്തേട്ട് വന്നിട്ട് ഈ റോസാപ്പൂടെ കടിയുണ്ട്, അത് നല്ല കിട്ടി. അന്ന് നിർത്തിയതാണ്. പക്ഷെ പാഷൻ അന്ന് തൊട്ട് എന്തോ ഒരു ഇത് ഒരാൾ ആക്ട് ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് അതൊന്ന് ചെയ്തു നോക്കാൻ, അല്ലെങ്കിൽ അതൊന്ന് എങ്ങനെയായിരിക്കും നമ്മൾ ചെയ്തിട്ടുണ്ടാവുക, ഒരു വേറൊരാളുടെ സൈഡിൽ നിന്ന് എങ്ങനെ നോക്കിയാണ്ടാവും. അതൊരു പാഷനാണ്. ഓക്കെ, അപ്പം ആക്ടിങ് ഒരു പാഷനാണ്. അപ്പം ബൈ പ്രൊഫഷൻ ഗോഡ്വിൻ എന്താണ്? ഡിസൈനർ. ഓക്കെ, ഡിസൈനർ, ഗ്രാഫിക് ഡിസൈനിങ്. അപ്പോൾ അത് ഞാൻ ആഫ്റ്റർ സ്കൂൾ പഠിച്ചെടുത്ത് ആനിമേഷൻ ഗ്രാഫിക് ഡിസൈനിങ് പഠിച്ചെടുത്തു. അതിനകത്തൊരു പ്രൊഫഷണൽ കരിയർ ബിൽഡ് ചെയ്തു. അപ്പോൾ അത് തന്നെ വർക്ക് ചെയ്തു. ബട്ട് അറ്റ് ദ സെയിം ടൈം ആക്ടിങ് എന്നുള്ളൊരു സംഭവം ഉള്ളത് കൂടെ കൊണ്ട് നടക്കുന്നത്. ഒരു ചെറിയ കാര്യം കൂടി അതിനകത്ത് പറയാനുണ്ട്. ചെറുപ്പത്തിൽ പിന്നെ കുറച്ച് ഈ എന്താ പറയുക, പഠിക്കാനൊക്കെ ഇച്ചിരി പുറകോട്ടാണ്. അപ്പോൾ വഴക്ക് പറയും. ആ സമയത്ത് ഇരുന്ന് സിനിമ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. സിനിമയൊക്കെ ഇരുന്ന് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഈ സോഫയുടെ മേളിലൊക്കെ കയറി തുള്ളിച്ചാടി ഈ കോമഡി സീനൊക്കെ വരുമ്പോൾ ഭയങ്കര തുള്ളിച്ചാട്ടമൊക്കെ. അപ്പോൾ ഞാൻ പറയും, മോനെ നീ ഇങ്ങനെ ഇത് നോക്കിക്കൊണ്ടിരുന്ന് പഠിക്കണ്ടേ, നിനക്ക് മുമ്പിലേക്ക് പോകണ്ടല്ലേ. അല്ല, ഞാൻ പഠിച്ചില്ലെങ്കിൽ എന്താ, വലുതാകുമ്പോൾ ഒരു വേലക്കാരനായിട്ടെങ്കിലും എനിക്ക് സിനിമയിൽ അഭിനയിച്ചാൽ മതി. അത്രയ്ക്ക് ആ രീതിയിൽ ഒക്കെ പറഞ്ഞൊരു പ്രായമുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇപ്പോൾ ഗോഡ്വിനെ ഒരു സിനിമയിലേക്ക് വിളിച്ചായിരുന്നു. അപ്പോൾ
ആ സമയത്ത് അവൻ പ്രൊഫഷൻ്റെ പ്രൊഫഷനോടും പാഷൻ ഉള്ളതുകൊണ്ട് പിന്നെ അവൻ ആ സിനിമ ഒഴിവാക്കി. ഓക്കെ. അല്ലേ അങ്ങനെ അത് ഇപ്പോൾ ഒരു സിനിമയിലേക്ക് വിളിച്ചില്ലേ പിന്നെ അഭിനയിക്കാൻ വേണ്ടിയിട്ട് തമിഴ് പടത്തിലേക്ക്. അത് തൽക്കാലം പോയില്ല, കാരണം ഇപ്പൊ ചെയ്യുന്ന ജോലി ബാംഗ്ലൂർ ജോലി ചെയ്യുന്നു. അപ്പൊ അവിടെ നിന്ന് വിട്ടുപോരാൻ തൽക്കാലം ഈ പടം ഒന്ന് ഇറങ്ങിയാലാണ് പുള്ളിയുടെ ഒരു ലെവലിലേക്ക് പുള്ളി അപ്പൊ ശിശിരയിലേക്ക് ഞാൻ തിരിച്ചു വരികയാണ്. അപ്പം ഈ ഒരു സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് അമൃത എന്ന ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് ഒരു പ്രൗഡ് മൊമെന്റ് അല്ലെങ്കിൽ ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ടായിരുന്ന ഒരു മൊമെന്റ് നമ്മളോടൊന്ന് ഷെയർ ചെയ്യാമോ? ഈ സിനിമയിലേക്ക് വിളിച്ചത് തന്നെ ഭയങ്കര സന്തോഷം തോന്നുന്ന കാര്യമാണ്. പിന്നെ അതിനകത്ത് ഈ പറഞ്ഞ പോലെ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ആക്ടേഴ്സ്. ഇന്ദ്രൻസ് ആണ് അല്ലാതെയുള്ള ഇപ്പം എൻ്റെ പേരായിട്ട് ചെയ്തിട്ടുള്ളത് വിളിച്ചോട്ടനാണെങ്കിലും എല്ലാവരും ഇവരൊക്കെ ചെയ്യുന്നത് ഭയങ്കര തന്മയത്തോടെ ചെയ്യുമ്പോൾ ഞാൻ ഇവരെങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ കൂടെ നിൽക്കാൻ പറ്റുന്ന തന്നെ ഒന്നത്തെ വലിയ കാര്യമാണ്. പിന്നെ എനിക്ക് കുറച്ച് കോമ്പിനേഷൻ സീൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇന്ദ്രൻസ് ആയിട്ടോടുള്ള ഒരു കുറച്ച് ഇമോഷണലും ഒക്കെ ആയിട്ടുള്ളൊരു സീനുണ്ട്. ആ സീൻ ചെയ്തപ്പോൾ അത് ഞാൻ കുറച്ച് അധികം ടേക്ക് എടുത്തു. കാരണം വെച്ചാൽ എനിക്കങ്ങനെ പറയാൻ പറ്റുന്നില്ല, ഓപ്പോസിറ്റ് ഇന്ദ്രൻസ് ആയിട്ട് ആളെ നിൽക്കുന്നത്. പിന്നെ അപ്പോൾ ഇന്ദ്രൻസ് ഇങ്ങനെ വിചാരിച്ചാൽ മതി ഇങ്ങനെ ഒരാളാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് നല്ല അങ്ങനെയുള്ള കുറച്ച് നല്ല മൊമെന്റ്സ്. അതും എനിക്ക് ടെൻഷനാണ്. കാരണം വെച്ചാൽ ഞാൻ ഇവരുടെ മനസ്സിനകത്ത് ഒരു എല്ലാം എന്താ പറയുക ചിട്ടപ്പെടുത്തി എടുത്തിട്ടുണ്ട്. അപ്പം ഞാനത് എത്രത്തോളം എത്തുന്നുണ്ട്, ഇവരൊക്കെ എക്സ്പീരിയൻസ്ഡ് ആണല്ലോ. അപ്പോൾ എനിക്കത് എത്രമാത്രം ചെയ്യാൻ പറ്റുന്നുള്ള ഒരു ടെൻഷൻ എനിക്ക് എപ്പോഴും ഉണ്ട്. അപ്പം ഞാൻ ചോദിക്കും ശരിയായോ. അന്നേരമൊക്കെ എൻ്റെ ചേച്ചിയാണെങ്കിൽ എല്ലാവരും പറയും നീ ഒന്നും കൊണ്ട് ടെൻഷൻ ചെയ്യണം, ശരിയായില്ലെങ്കിൽ രാജേഷ് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചോളൂ. രാജേഷ് വിചാരിക്കുന്ന സ്ഥലത്ത് അത് എത്തിയില്ലെങ്കിൽ അങ്ങനെ ചെയ്യിപ്പിച്ചെടുക്കുമെന്ന്. അപ്പോൾ രാജേഷേട്ടൻ്റെ ഉള്ളിൽ എല്ലാവർക്കും ഒരു വിശ്വാസമുണ്ട്. അതുപോലെ തന്നെ ഹേമത്തിൻ്റെ സ്ക്രിപ്റ്റ്. അപ്പം അതിൻ്റെ പൊക്കത്ത് ഞാനിങ്ങനെ നിൽക്കുന്നു, ഞാൻ ചെയ്ത് ശരിയായിരിക്കും എന്നുള്ളതിൽ. ഇത് പറഞ്ഞാൽ ഒരിക്കലും ആ ഒരു ടെൻഷൻ വേണ്ട, എന്നെ കൊണ്ട് എന്തായാലും ചെയ്യിപ്പിച്ചിരിക്കും. ഒരുപാട് ഫേവറേറ്റ് മൊമെന്റ്സ് ഉണ്ടാവുന്ന കൂട്ടത്തിൽ ഒരു ലേണിംഗ് പ്രോസസ്സും കൂടി ആയിരുന്നു. പ്രോസസ്സ് തന്നെയാണ്. ഓക്കെ. അപ്പം ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അതായത് നമ്മുടെ നുണ എന്ന ചിത്രം തിയേറ്ററിലേക്ക് കാണാനായിട്ട് പോകുന്ന പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? അത് എന്തായാലും നല്ലൊരു സമാധാനമുള്ളൊരു മൂവി ആയിരിക്കും. പക്ഷേ ഉള്ളിനുള്ളിൽ കുറച്ച് എലമെന്റ്സ് ഉണ്ട്. അതെന്താണ് ഇപ്പം നമുക്ക് അത് റിവീൽ ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. കുറച്ച് സസ്പെൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു മൂവിയാണ്. ഓക്കെ. തിയേറ്ററിൽ തന്നെ കാണേണ്ട ഒരു ഫോട്ടോഗ്രാഫി ആണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഹേമന്തേട്ടനും രാജേഷേട്ടനും ഒക്കെ എന്താണ് പറയാനുള്ളത് പ്രേക്ഷകരോട് ഈ ഒരു മൂവി തിയേറ്ററിൽ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നതിനെ പറ്റി എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് ഒന്ന്, ഇതിനകത്ത് ഒരുപാട് ഇന്ദ്രൻസേട്ടനടക്കമുള്ള ഒരുപാട് നല്ല ആക്ടേഴ്സിൻ്റെ പിന്നെ പെർഫോമൻസ് കാണാൻ പറ്റും എന്നുള്ളതാണ് ഈ സിനിമയുടെ ഒരു. ഞാനതിൻ്റെ കണ്ടൻറ്റിനെ കുറിച്ചോ പിന്നെ സിനിമയുടെ മേക്കിങ്ങിനെ കുറിച്ചോ ഒന്നുമല്ല പറയുന്നത്. ഇത്രയും പ്രഗത്ഭരായിട്ടുള്ള അഭിനേതാക്കളുടെ ഒരു പെർഫോമൻസ്, അത് പിന്നെ ഈ ഒരു ഈ സിനിമയെ ജനങ്ങളെ കാണണം എന്ന് എനിക്ക് ധൈര്യപൂർവ്വം പറയാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമാണ്. അത് ഇന്ദ്രൻ ചേട്ടനോ പ്രമോദ് വെളിയനാട് ശ്രീദേവി അങ്ങനെ കുറച്ച് പേരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ എല്ലാം തന്നെ പുതിയ പിന്നെ മുഖങ്ങളാണ്. അത് പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ആസ്വാദനത്തിൻ്റെ ഒരു പുതിയ ഒരു അനുഭവമായിരിക്കും. അതൊരു അടിമുടി ഫ്രഷ്നെസ് പിന്നെ ആക്ടിങ് രീതിയിലാണെങ്കിലും അഭിനേതാക്കളിലാണെങ്കിലും ഉണ്ട് എന്നുള്ളതാണ് പിന്നെ ഈ സിനിമയുടെ പ്രത്യേകതയായിട്ട് എനിക്ക് പറയാനുള്ളത്. എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഈ മലയാളികൾ കഥകൾ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. ഇപ്പോൾ നമ്മുടെ സിനിമ അത്ര നല്ലൊരു കഥയാണ്, സ്ക്രിപ്റ്റിന് നല്ല പ്രാധാന്യമുള്ളൊരു സിനിമ, റൈറ്ററുടെ ഒരു സിനിമ എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം എഴുത്തുകാരൻ ഇപ്പോൾ പത്മനാഭ സാറിൻ്റെ കഥകൾ വായിക്കുമ്പോൾ അത് ചെറുകഥകളുടെ ഒരു ഭംഗിയുണ്ട്. അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ അത്തരം ഒരു സിനിമയാണ്. ഏത് മനുഷ്യനും വളരെ സിമ്പിളായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന നല്ലൊരു കഥയാണ്. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ച് കഥാപാത്രങ്ങളെ ബിൽഡപ്പ് ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നു എനിക്ക് ഇതിനകത്ത് ചെയ്യേണ്ട കാര്യങ്ങളുള്ളൂ. ഇതിൻ്റെ മറ്റ് ടെക്നിക്കൽ സൈഡൊക്കെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു ഫസ്റ്റ് തുടക്കക്കാരൻ എന്നുള്ള രീതിയിൽ ഞാൻ എന്നെ കൊണ്ട് മാക്സിമം ചെയ്തിട്ടുണ്ട്. അതിനകത്ത് എൻ്റെ കൂടെയുള്ള ക്രൂസൊക്കെ തന്നെ ഇപ്പോൾ ക്യാമറ ആണെങ്കിലും പോൾ ബത്തേരി ഒരുപാട് കാലം ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടില്ല, അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഭയങ്കര ഗുണമായിരുന്നു. അപ്പോൾ അടിസ്ഥാനപരമായിട്ട്
മനോഹരമായിട്ടുള്ള ഒരു കഥയാണ്. സ്ക്രിപ്റ്റ് മനോഹരമായിട്ട് ഇതാണ്. ഏത് മനുഷ്യനും എങ്ങനെ ആസ്വദിക്കാവുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും തന്നെ തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാനിപ്പോൾ അഭിനയിക്കുന്ന എല്ലാ സിനിമയും കാണണം, ഗംഭീരം എന്ന് പറയും. പക്ഷേ അതെല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് അങ്ങനെയല്ല. ഇത് ആത്മാർത്ഥത ഉള്ള ചില സിനിമകളുണ്ടല്ലോ, അത് ഇപ്പം പറയാതെ തന്നെ രാജേഷ് പറഞ്ഞപ്പോഴത്തേക്ക് പത്മനാഭൻ സാറിൻ്റെ കഥയാണ് പറഞ്ഞത്. അപ്പോൾ അത്തരം ചിന്തയുള്ളവർക്ക് വേറെ ഗിമ്മിക്കുകളൊന്നും കാണിക്കേണ്ടതില്ല. വളരെ വളരെ ശാന്തമായിട്ട് സത്യസന്ധമായിട്ടൊരു കഥ പറയുക, അവസാനം അല്ലാതെ ഒരുപാട് ഷോട്ടുകൾ വെച്ചുള്ള ബഹളമൊന്നുമില്ല. എനിക്ക് സ്വസ്ഥമായിട്ട്, എനിക്ക് നല്ല എൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാ ആർട്ടിസ്റ്റുകൾക്കും സ്വസ്ഥമായിട്ട് അവരുടെ ഭാഗം അഭിനയിച്ചു തീർക്കാനുള്ള ഒരു സമാധാനവും സ്പേസൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ശുദ്ധിയും വൃത്തിയൊക്കെ അതിലുണ്ടാവും. ഇപ്പം അദ്ദേഹം പറഞ്ഞ പോലെ സമാധാനമായിട്ടൊരു സിനിമ, ഒരു നല്ല സിനിമ കണ്ടിറങ്ങാം. അത് ഇനി മനസ്സിൽ നിങ്ങൾക്ക് ഒരുപാട് പുതിയ മുഖങ്ങൾ മനസ്സിൽ കിട്ടുമെന്നുള്ള ഉറപ്പാണ് ഈ സിനിമയിലൂടെ. അത്രയും നല്ലൊരു സിനിമയായിരിക്കും. നല്ല മ്യൂസിക്കും നല്ല പാട്ടും ഒക്കെ ഉള്ള ഒരു സത്യസന്ധമായൊരു സിനിമ. അത് സത്യസന്ധമായ നുണയാണ്. അത് രക്ഷപ്പെടാനുള്ള നുണ പറച്ചിലുണ്ടല്ലോ, അതാണ്. അതിന് വേണ്ടിയിട്ടൊക്കെ ഒരു നുണ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അങ്ങനെ ഒരു നുണയാണ്. അതുകൊണ്ട് എല്ലാവരും സിനിമ കാണണം, നല്ല അനുഭവമായിരിക്കും. അത് നിങ്ങളുടെ തൃപ്തിയുള്ളൊരു അഭിപ്രായവും മുഖവും കാണാൻ ഞങ്ങൾ കാത്തിരിക്കുന്നു. ആദ്യമായിട്ട് നുണ വിജയിക്കട്ടെ എന്നൊക്കെ പറയുന്നത് ഈ നുണ സത്യമാവട്ടെ. സത്യമാവട്ടെ. മലയാള നാടകവേദിയിൽ രണ്ട് പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളാണ് ഇതിൻ്റെ എഴുത്തുകാരനും ഡയറക്ടറും. അവർ ഈ മലയാള നാടകവേദിക്ക് ഒരു പുതിയ മുഖം ഇപ്പോൾ കൊടുത്തിരിക്കുന്ന കാലഘട്ടമാണ്. നമ്മൾ അറിയാം, മലയാള നാടകവേദിക്ക് ഒരു പൊതുചരിത്രം തന്നെയാണ് ഇവരുടെ നാടകങ്ങളിലൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്റ്റേറ്റ് അവാർഡുകളുടെ ഒരു നിര തന്നെ അവർക്ക് ഉണ്ട്. അവരോടൊപ്പം തന്നെ ചേരുന്നത് അനിൽ മാള എന്ന് പറയുന്ന സ്റ്റേറ്റ് അവാർഡ് വിന്നറാണ്. അതുപോലെ നാടകങ്ങളിൽ BGM ചെയ്യുന്ന ആളാണ്. റജി ഗോപിനാഥ്, അതുപോലെ സംഗീതം ചെയ്തിരിക്കുന്ന റജി ഗോപിനാഥും അവാർഡ് വിന്നറാണ്. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു സമ്മേളനമാണ് ഈ സിനിമ. നാടകം അറിയാം, ഇപ്പോഴും നാടകങ്ങൾ മരിച്ചിട്ടില്ല എന്ന് നമ്മൾ പല വേദികളിലും നമ്മൾ കാണുമ്പോൾ അറിയാം. അപ്പം അതിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് ഇവർക്ക് ഈ മലയാള സിനിമാ രംഗത്തും ഒരു വ്യത്യാസം കൊണ്ടുവരാൻ സാധിക്കും ഈ സിനിമയിലൂടെ. കാരണം നമ്മൾ കുറേ നാളുകളായി വിലപിക്കുന്നു മലയാളത്തിന് നല്ല പടങ്ങളില്ല. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നല്ല പടങ്ങളില്ല, നല്ല കഥകളില്ല. അപ്പോൾ ഇതൊരു കഥയുള്ള സിനിമയാണ്. കഥ ഇഷ്ടപ്പെടുന്നവർക്കും ജീവിതം ഇഷ്ടപ്പെടുന്നവർക്കും എന്തുകൊണ്ടും തിയേറ്ററിൽ പോയിരുന്ന ആ എക്സ്പീരിയൻസ്, പാട്ടിൻ്റെയും മ്യൂസിക്കിൻ്റെയും ഒക്കെ ആ എക്സ്പീരിയൻസ്, പിന്നെ ക്യാമറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അറിയാമല്ലോ, വയനാട് അതിൻ്റെ ഒരു വശ്യ ഭംഗി അത് കൃത്യമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള സിനിമയാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അതിലൂടെ തന്നെയാണ് ഇതുപോലെയുള്ള സിനിമകൾ ഇനിയും വരേണ്ടത് ആവശ്യമാണ്. ഇപ്പോൾ മലയാള സിനിമയെ രക്ഷിക്കുമ്പോൾ ഞാനും രാജേഷും എൻ്റെ കാര്യം മലയാള സിനിമയിൽ ഒരുപാട് പ്രതിഭാതരായിട്ടുള്ള ആളുകളുണ്ട്. പക്ഷേ മലയാള സിനിമയ്ക്ക് ഒരുപാട് പുതിയ അഭിനേതാക്കളെ സംഭാവന ചെയ്യാൻ സിനിമയ്ക്ക് പറ്റും. അത് യാഥാർത്ഥ്യമാണ്. അത് വിനയം കൊണ്ട് പറയണതാട്ടോ. അല്ല, അതല്ല. മലയാള സിനിമ വളരെ വല്ലാത്തൊരു ഉയർച്ചയിലാണ് നിൽക്കുന്നത്. കാരണം അത് ടെക്നിക്കൽ സൈഡിലാണെങ്കിലും ഒക്കെ വളരെ ഉയർന്നിട്ടാണ് നിൽക്കുന്നത്. ഈ പറഞ്ഞ നല്ല ആർട്ടിസ്റ്റുകൾ നമുക്ക് ഈ പടത്തിലൂടെ സംഭാവന ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പാണ്. കിച്ചുവിൻ്റെ കേസ് തന്നെ അവന് കിട്ടിയിരിക്കുന്ന വേഷം അതെ അങ്ങനെ പറയേണ്ടതെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. കിച്ചുവിന് കിട്ടിയിരിക്കുന്ന വേഷം വളരെ മനോഹരം. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. കാരണം കിച്ചുവിനെ എനിക്ക് അറിയില്ല. കിച്ചു എന്നാണ് ഇവിടെ വിളിക്കുന്നത് ഗോഡ്വിനെ. കിച്ചുവിനെ എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഒന്നും ചെയ്തിരിക്കുന്ന ഒന്നും ഞാൻ കണ്ടില്ല. ഒരു ചെറിയൊരു ആൽബത്തിൻ്റെ ഇതാണ് കണ്ടത്. പക്ഷേ എനിക്കൊരു സംഭവം സ്പാർക്ക് ചെയ്തിരുന്നു. അപ്പോൾ വന്നതിന് ശേഷം ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് ആൾ ട്രാക്ക് കയറി. കിട്ടിയിരിക്കുന്ന വേഷം ഹെവി വേഷമാണ്. അപ്പോൾ അവൻ്റെ ഒരു ഏജിൽ കിട്ടാവുന്നതിൻ്റെ ഒരു ഈ ഒരു പ്രായത്തിൽ അത്ര ഒരു ക്യാരക്ടർ കിട്ടുക എന്ന് പറയുന്നത് ഭാഗ്യമാണ്. അതവൻ വളരെ മനോഹരമായിട്ടാണ് ചെയ്തിട്ടുണ്ട്. ഞാൻ അവനെ ഇരുത്തി പറയുന്നതല്ല, അത് പ്രേക്ഷകരാണ് പറയേണ്ടത്. പക്ഷെ ഞാൻ സംതൃപ്തനാണ് അവൻ്റെ ആ വേഷത്തിൽ. അതേപോലെ തന്നെ ശിശിരയുടെ ഫോട്ടോസ് എനിക്ക് രാജേഷ് അയച്ചു തന്നപ്പോൾ ശിശിര മോഡലിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അമൃത എന്ന് പറഞ്ഞെങ്കിൽ ഒരു നാട്ടിൻപുറത്തെ ഒരു ഒരു ഹൗസ് വൈഫ് എന്നൊക്കെ നമ്മളിപ്പോൾ പറയാവുന്ന ആ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അതിന് എത്രത്തോളം അവർ പിന്നെ ആപ്റ്റായിരിക്കും എന്നുള്ള എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഞാനവിടെ ലൊക്കേഷനിൽ വന്നിട്ട് അവർ ഫസ്റ്റ് ഷോട്ട് വെച്ചപ്പോൾ തന്നെ എനിക്ക് അവർ ഞെട്ടിച്ചു കളഞ്ഞു. അപ്പം അങ്ങനെ ഫസ്റ്റ് ഷോട്ട് അതെ ചേട്ടൻ്റെ എടുത്തതിന് ശേഷം പിന്നെ അവിടെയാണ് വെക്കുന്നത്. അതെ കയറി പറഞ്ഞേ
കയറി പറഞ്ഞല്ല, ഞാൻ നോണേ പറഞ്ഞത്, ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ വിളിച്ചോണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചാണ്, മലയാള നാടകവേദിയിലെ ആശയം കൊണ്ടും അവതരണം കൊണ്ടും വളരെ വ്യത്യസ്തത പുലർത്തുന്ന നാടകങ്ങൾ സമ്മാനിച്ച ആളുകളാണ് ഹേമന്തും രാജേഷും. ഇന്ന് പ്രേക്ഷകർ ഇവരുടെ ഒരു സിനിമ ഇറങ്ങാൻ പോകുന്ന പറയുമ്പോൾ ആ വ്യത്യസ്തത തീർച്ചയായിട്ടും ഈ സിനിമയിലും പ്രതീക്ഷിക്കാം. കാരണം മലയാള സിനിമക്ക് ഒട്ടനവധി സംഭാവനകൾ ചെയ്തിട്ടുള്ളത് നാടകക്കാരാണ്. ഞാനങ്ങനെ വേർതിരിച്ച് പറയണമല്ല, എസ് എൽ പുരം മുതലിങ്ങോട്ട്. കാരണം അഗ്നിപുത്രി എന്ന് പറയുന്ന നാടകത്തിന് ആദ്യത്തെ ദേശീയ അവാർഡ് കൊണ്ടുവന്നത് എസ് എൽ പുരത്തിൻ്റെ സിനിമയ്ക്കാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ തിരക്കഥ എഴുതിയാക്കണം അദ്ദേഹമാണ്. പിന്നെ ലോഹിദാസ്, അതുപോലെ ഒട്ടനവധി ആളുകൾ നാടകത്തിൽ നിന്നുകൊണ്ട് സിനിമയ്ക്ക് വലിയ സംഭാവനകൾ ചെയ്ത ആളുകൾ. അതുപോലെ ഹേമന്തും രാജേഷും അവരുടെ ഈ സിനിമയിലൂടെ അതിൻ്റെ ഒരു തുടക്കമായിരിക്കുള്ളത്. ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇവരുടെ വ്യത്യസ്തത സിനിമയിലും. തീർച്ചയായിട്ടും അത് പ്രേക്ഷകന് ആ ഒരു പ്രത്യേക അനുഭവമായിരിക്കുള്ളത്. നിങ്ങൾ തിയേറ്ററിൽ പോയി കാണണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ചേക്കപ്പെട്ടപ്പോൾ ചിന്തിക്കുന്നതേ, ഇത് നൊണയുടെ പ്രൊമോഷൻ പരിപാടിയാണോ അതോ നാടകത്തിൻ്റെ പ്രൊമോഷൻ പരിപാടിയാണോ എന്നുള്ളത്. നൊണ എന്ന ചിത്രത്തിൻ്റെ ഒരുപാട് വിശേഷങ്ങളാണ് നമ്മൾ ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്നത്. ആ ഒരു ചിത്രത്തിൻ്റെ പിന്നാമ്പുറ കാഴ്ചകളും അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്ന രസകരമായിട്ടുള്ള അനുഭവങ്ങളും ഒക്കെയാണ് നമ്മളോട് ഇവർ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാലും ഈ ഒരു മൂവി തിയേറ്ററിലേക്ക് എത്താനായിട്ട് പോവുകയാണ്. അപ്പം ഈ മൂവിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ ആശംസകളും നേരുകയാണ്. താങ്ക് യു.